മുൻഗാമികളായ മഹാന്മാർ അവർക്ക് അവരുടെ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ സിദ്ധിയിലൂടെ കൈവരിച്ച ധാരാളം അറിവുകൾ മനുഷ്യ നന്മയ്ക്കായി അവതരിപ്പിച്ചതിന്റെ പേരിൽ ഈ ലോകത്ത് ധാരാളം വിദ്യകളും അറിവുകളും വന്നിട്ടുണ്ട്. അത്തരമൊരു അറിവിന്റെ ഭാഗമായിട്ട് കായികാഭ്യാസം പഠിച്ച കാലത്ത് അതിനോടനുബന്ധമായ ചികിത്സാ രീതിയും പരിശീലിക്കാൻ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ പുന്നത്തോട്ടത്താശാന്മാർ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ, നാടാർ സമുദായക്കാരുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ച് ഈ വിദ്യ കരസ്ഥമാക്കുകയും ഗുരുവിന്റെ അനുഗ്രഹത്തോടെ 22 വയസ്സിൽ കോട്ടയം ജില്ലയിൽ കടന്നു വരികയും. മർമ്മം എന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു സാധനമല്ല. മർമ്മശാസ്ത്രം പോലും അത് പറയുന്നത് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നൊരു ചൈതന്യമാണ് സത്യത്തിൽ മർമ്മം. അത് മനുഷ്യരിലുമുണ്ട്, മറ്റിതര ജീവജാലങ്ങളിലുമുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും മർമ്മശാസ്ത്രം അല്ലെങ്കിൽ മർമ്മവിദ്യ അല്ലെങ്കിൽ മർമ്മ ചികിത്സ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി അറിയേണ്ടതായി മർമ്മം എന്നാൽ എന്ത് എന്നൊരു വിഷയത്തെ കുറിച്ച് എനിക്കിതിലൊന്നും സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. എല്ലാം ഞാൻ തമിഴ് ശ്ലോകങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് മനസ്സിലാക്കുകയാണ്. ഗുരുക്കന്മാര് പറഞ്ഞിരുന്നു, നമ്മൾ എഴുതി വെക്കുന്നു. അന്ന് ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാതെ കാണാതെ പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം അത് തിരിച്ചു ചെന്ന് ഗുരുക്കന്മാരുടെ അടുത്ത പ്രാവശ്യം പറയണം. പറയുമ്പോൾ ചിലപ്പോൾ 2 പേജോ അല്ലെങ്കിൽ 1 പേജോ ചിലപ്പോൾ പകുതിയോ പേജൊക്കെ എഴുതി പറഞ്ഞു തരും. അത് വീണ്ടും പഠിച്ചോണ്ട് പോകണം പറയും. അന്നൊന്നും ഇതിനെക്കുറിച്ച് എന്നൊരു ഐഡിയ ഇല്ലാത്തൊരു കാലമാണ്. പിന്നീട് മനസ്സിലായി, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മർമ്മം എണ്ണാൻ പറ്റുന്ന ഒരു വസ്തുവല്ലെന്നും മർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പദാർത്ഥമോ വസ്തുവോ ദ്രവമോ കരമോ ആയ ഒരു സാധനമല്ലെന്നും നമ്മുടെ ശരീരത്തിൽ മിനിമൈസ് ചെയ്തും യൂണിവേഴ്സലായിട്ട് അത് മാക്സിമൈസ് ചെയ്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്തായ ചൈതന്യമാണെന്നും അത് പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ 7 വസ്തുക്കളിലായിട്ട് നിലനിർത്തിയിരിക്കുന്നു എന്നുമാണ് മുനിമാരുടെയും മറ്റുള്ളവരുടെയും പുസ്തകങ്ങളുടെ പാഠഭാഗങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഓർത്തുകൊണ്ടും സർവാധിനാഥനും സർവ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരനും ഈ ലോകത്ത് മനുഷ്യർക്ക് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അറിവ് നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും ഒരു തമിഴ് ശ്ലോകത്തോടുകൂടി തന്നെ ഇത് ആരംഭിക്കട്ടെ. ശക്തിയെ പരാപരമേ ഒന്നേ ദൈവം സകലവുകിൽ ജീവനുക്കും ഇതുതാനാച്ച് புத்தியினால் அறிந்தோர்கள் புண்ணியோர்கள் பூதலத்தில் கோடியிலே ஒருவருண்டு பக்தியினால் மனமடக்கி நிலை நிற்பார் பாடிலே மனதை விடார் பரமஞானி ശക്തിയേവതില്ലേ സൂക്ഷം സൂക്ഷം ചുഴുമുനെ അറിയുന്നാൽ മോശം താനേ. ഞാൻ പറഞ്ഞു വന്നത് ആദ്യം ശക്തിയെ പരാപരമേ ഒരേ ദൈവം. ഈ ലോകത്ത് ശക്തി ആയിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടും സർവ്വവ്യാപിയായി നിലനിന്ന് നിൽക്കുന്ന ആ മഹത് ശക്തം എന്ന് പറയുന്നത് ഏക സത്യമാണ്. ആ ഏക സത്യത്തെയാണ് നമ്മൾ അല്ലാഹു അഹദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സത്യം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ജീവിതത്തിലെ പ്രയാണത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന യഥാർത്ഥ വ്യക്തിയാണ് യഥാർത്ഥ മർമ്മാണി എന്നുമാണ് ശരിക്കും മർമ്മശാസ്ത്രത്തിന്റെ സൂക്ഷ്മമായ പഠനം അറിയിക്കുന്നത്. സ്ഥൂലത്തിൽ നമ്മൾ മർമ്മത്തെ കുറിച്ചുള്ള പഠനത്തിലാണ് പലപ്പോഴും നമ്മൾ കയ്യോ കാലോ തളർത്താനോ ഒരാളെ മയക്കാനോ 30 സെക്കൻഡ് കൊണ്ട് ഒരാളെ കൊല്ലാനും മരിച്ചു പോകുന്നതൊക്കെ സ്ഥാനങ്ങൾ നമ്മുടെ കഴുത്തിൽ തന്നെ വെറും 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. അത് ഇന്ന മർമ്മം എന്ന് പേരും പറയും. അതൊരാളുടെ ശരീരത്തിൽ ജസ്റ്റ് ഒന്നിനെ നമ്മൾ ആ ചൂണ്ടുകല്ലുകൊണ്ട് ആ കഴുത്തിൽ ആ നരമ്പിൽ തൊട്ട് പിടിച്ചാൽ തന്നെ അയാൾ ഇവിടെ നിന്ന് വലിയ വിട്ടു പോകുന്നതായിട്ട് അയാൾക്ക് അപ്പോഴേ അനുഭവപ്പെടും. ഇത് അനുഭവമുള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് സ്വകാര്യമായിട്ട് മനസ്സിലാക്കി തരാൻ സാധിക്കും. ഇതൊക്കെ ധാരാളം അനുഭവത്തിലാണ്, അല്ലാതെ കളവ് പറഞ്ഞ് കുറെ കഥകൾ പറഞ്ഞ് പോകാനല്ല ഞാനിവിടെ വന്നത്. അപ്പൊ ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഒക്കെ മർമ്മത്തിന് ആർക്കും ചികിത്സിക്കാൻ പറ്റില്ല. കാരണം മർമ്മം ചികിത്സിക്കാൻ കിട്ടുന്ന ഒരു വസ്തുവല്ല. അതാദ്യം മനസ്സിലാക്കുക. കാരണം മർമ്മത്തിലെല്ലാം ചികിത്സിക്കാം. മർമ്മസ്ഥാനങ്ങളോടനുബന്ധമായ ശാരീരികമായ പ്രശ്നങ്ങൾ എന്തുണ്ടാകുന്നു അതിന് വേണ്ട ചികിത്സാ രീതികൾ അത് നാഡീശാസ്ത്ര പ്രകാരവും ഞരമ്പ് മുറ അനുസരിച്ചാണെങ്കിൽ അത് മർമ്മങ്ങളുടെ വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ട് അതിന് ചികിത്സാ സമ്പ്രദായവും അതിന് 100 കണക്കിലല്ല 1000 ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. അത്രയും ആധികാരിക ഗ്രന്ഥങ്ങൾ ലോകത്ത് ഒരു വൈദ്യശാസ്ത്രത്തിൽ ഇല്ല എന്ന് എനിക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നമ്മൾ അത് കൊണ്ടുവന്നത്. തമിഴ് മർമ്മശാസ്ത്രത്തിൽ പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അതിൽ തന്നെ മർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണമായി ശരീരത്തിന് നെടുകയും കുറുകയും ശരീരമാസകലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാണം ചെയ്യുന്ന
പ്രാണൻ എന്ന് പറയുമ്പോൾ പ്രയാണം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പ്രയാണം ചെയ്യുന്നത് എന്താണോ അതൊന്നിനെയാണ് മർമ്മം എന്ന് പറയുന്നതാണ് മർമ്മദീതി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയാനുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടി ഞാൻ കുറെ എഴുതിക്കൊണ്ടുവരികയാണ് ചെയ്തത്. കുറെ ശ്രമം നടത്തി. പറഞ്ഞ മുതലേ ഞാൻ ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെ കുറെ മെനക്കെടുത്തു. അതുപോലെ തന്നെ ശരീരത്തിൽ പറയുന്ന തമിഴിൽ പറഞ്ഞ പറയുമെന്ന് കേശാദി പാദം മറ്റും ഗതിത്തോടും വാശിതലയും മർമ്മമാച്ചി എന്നാണ് പറയുന്നത്. അങ്ങനെ ശരീരമാസകരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റത് ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചത്തിൽ ഈ മർമ്മം എന്ന ചൈതന്യം പ്രപഞ്ചത്തിൽ 7 വക ഐറ്റങ്ങളിലുണ്ടെന്ന് പറയുന്നത്. 7 വസ്തുക്കളിലായിട്ടാണ്. അതിന്റെ ഒരു ശ്ലോകം തന്നെ പറഞ്ഞത് അങ്ങനെയാണ്: തന്നെത്താൻ അറിയാതെ മൂഢരെല്ലാം തനിവൻപന്റെ ഉള്ളിൽ സമർത്ത് പേശി പിന്നെത്താൻ ഞാൻ ഒരുവൻ തന്ത്രി എന്നും പിടിതീർപ്പതற்கு நான் தான் பண்டிதன் என்றும் இன்னும் ஒருவன் வறுமை என்றும் இப்படியே வயறுவிளக்க செல்வேன் என்றால் நான் நிலத்தில் கருவான முறை அறியார் நாடி அறிந்தவனே நாயன்பாய். പാരടാ തൻ ഉടമ്പിൽ ഭൂതമഞ്ചും പൻപാക നിൽക്കുന്ന സ്ഥാനമേത്, ആരുടെ ആധാരം ആറുമേത്, 5 എഴുത്തും അതിലിടയിൽ വിവരമേത്, ഓമട ഓംകാരൻ നിലയിതാൻ ഏത് ഉയരിക്കും തലമേത് ഉയർവതേത്, നേരിടാ ദശവായി മൊത്തം നിൽക്കുന്ന ചെയ്തു മുഴുവൻ നിനക്കറിയ ചെപ്പുവായേ. നാടി என்றால் നരമ്പിൽ താനെ നരമാകെ തുടിക്കുന്ന തുടിതാനല്ലേ, നാടി என்றால் വാദത്തെ ശ്ലേഷവുമല്ലേ, നാടി என்றால் അണ്ടവും പകിരണ്ടവുമല്ലേ, നാടി என்றால் 70,000 താനുമല്ലേ, നാടി என்றாൽ 70 തോറ്റത്തുക്കുള്ളായി നിന്റെ അരുംപൊരുളറിന്ന് നാടുവാരെ എന്ന് പറയുമ്പോൾ ഈ മർമ്മം എന്ന മഹത്തായ ചൈതന്യത്തെ കുറിച്ചുള്ള വിശാലമായ വീക്ഷണത്തോടു കൂടിയുള്ള ഒരു വിജ്ഞാന ശാഖയാണ് ലോകത്തിന്റെ മുമ്പിൽ ഈ മഹാരഥന്മാർ തുറന്നു വെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ മർമ്മശാസ്ത്ര കേന്ദ്രങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 108 വർമ്മം അല്ലെങ്കിൽ 107 വർമ്മം എന്ന് പറയുന്നതിനപ്പുറം 1008ഓളം വർമ്മമുണ്ട്. അതിനൊക്കെ ലഘൂകരിച്ച് പുസ്തകങ്ങളിൽ കൊണ്ടുവന്ന് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം വളരെ ചുരുങ്ങിപ്പോയി. അങ്ങനെ ചുരുങ്ങിയപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പഠിക്കേണ്ടി വന്നത്. അതിൽ പോലും നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമുക്ക് ഇതിലൊക്കെ അനുഭവമാകുന്നത് അതിൽ 1000-1001 പോലും നമുക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം പലപ്പോഴും മർമ്മശാസ്ത്രം പഠിച്ച് ഞങ്ങൾ ഇളക്കുമുറ എന്താണെന്ന് അറിയാനും അടങ്കൽ എന്തെന്ന് പഠിക്കാനും ആശാന്മാരും ബന്ധപ്പെടുമ്പോൾ അതിന് അവസരം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടും. പലപ്പോഴും നമുക്കത് കാണാൻ പറ്റുമെന്ന് പോലും. അവരെവിടെയാണ് ഈ പിടിക്കുന്നതെന്ന് അറിയുമ്പോൾ 2 കൈ 2 സ്ഥലത്ത് നിൽക്കും. ഇതിലേതിലാണ് പണി നടന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ ആശാന്മാർ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ കൂടെ നിന്ന് പഠിച്ച കാലത്ത് മനസ്സിലാക്കിയത് ചില സ്ഥാനങ്ങളിലേക്ക് അവർ കൈകൊണ്ട് വരുമ്പോൾ തുണിയിട്ട് മുടിക്കും. അതിന്റെ അകത്തുകൂടിയ കൈ കൊണ്ടുപോകുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ധാരാളം ജീവിത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മർമ്മത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യ ശരീരം മാസകലം വ്യാപിച്ച് കിടക്കുന്ന സ്ഥാനമാണ്. അത് കൂടാതെ തന്നെ ശാസ്ത്രങ്ങൾ, ചെറിയ പുസ്തകങ്ങൾ, നമ്മൾ മർമ്മശാസ്ത്രം, മർമ്മഭാഗണം, മർമ്മനിദാനം, മങ്കേറമണി, മർമ്മകണ്ഠി, മർമ്മ കൈവാക കൈവല്ലിനോൾ, അടങ്കൽ തുറവുകോൽ, പൊന്നിസ് തുറവുകോൽ, ഇപ്പടി അങ്ങനെയുള്ള ധാരാളം ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ വളരെ സിമ്പിൾ ആയിട്ട് മർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ മർമ്മം എന്ന് പറയുന്നതിന് ധാരാളം നാനാ അർത്ഥങ്ങളുള്ള പദങ്ങൾ പറയുന്നു. മർമ്മമെന്നും വാശിയെന്നും കാറ്റെന്നും മായികയെന്നും പുരവിയെന്നും ശരമെന്നും പരമെന്നും ശ്വാസമെന്നും ഇങ്ങനെ എല്ലാ പേരിൽ നിങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം മർമ്മം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത മേഖലയിലെ പ്രവർത്തനങ്ങളെ ആന്തരികവും ബാഹ്യമായ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് തലച്ചോറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനത്തിന്റെ പിന്നിലാണ് ഈ സീക്രട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾ ബോധം ഉണ്ടാകുമ്പോൾ അയാളുടെ ജീവൻ എവിടെ ഇരിക്കുന്നു, അയാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ അവസ്ഥ എന്താണ്, ഒരാൾ അബോധാവസ്ഥയിലാവുമ്പോൾ എങ്ങനെയാണ് അയാളുടെ ശരീരത്തിൽ മർമ്മത്തിന്റെ കിടപ്പ് എവിടെയാണ്, തിരിച്ച് ഇതിനെ കണ്ടീഷനിൽ കൊണ്ടുവരണമെങ്കിൽ ആ റൂട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് ഇവിടെ ഇളക്കുമുറയും അടങ്കലുകളും ഒക്കെ വന്നത്. ഇവ തമ്മിലും വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഇതിനെക്കുറിച്ച് വിഷയങ്ങളെ കുറിച്ച് മുഖവരി എന്ന നിലയിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പൊ മർമ്മം എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ വരെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ മർമ്മം എത്ര മർമ്മം ഉണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ മർമ്മത്തിന് നമുക്ക് എണ്ണാൻ പറ്റില്ല. അതായത് കന്യാകുമാരിയിൽ നിന്ന് ജമ്മുത്താവി വരെ പോകുന്ന ഒരു ട്രെയിനിൽ അത് സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെയും ചില താവളങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേഷനുകളിൽ നിർത്തുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരമാസങ്ങളിൽ പോകുന്ന ഈ ഗതിത്തോടും വാശി എന്ന് പറഞ്ഞ ഈ ശ്വാസം അല്ലെങ്കിൽ ജീവന്റെ ഈ സഞ്ചാരം, ഈ ക്രമം, ഇത് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ താനങ്ങൾ തൊട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശാരീരികമായ അക്രമത്താലോ അല്ലെങ്കിൽ നമുക്ക് അടിയിടി വീഴ്ച അങ്ങനെ നമുക്ക് സ്വയം സംഭവിക്കുന്നതിലൂടെ ഈ പ്രാണന്റെ സഞ്ചാരത്തിന്റെ നില തകരാറാകുന്നതിലൂടെ ഇത് വെപ്രാളപ്പെട്ട് നമുക്കുണ്ട ആ ഒരു അവസ്ഥ ഉണ്ടാവുകയും അവിടെ പ്രഷറിന്റെ വേരിയേഷൻ വരുന്നുണ്ട്.
അത് ചിലപ്പോൾ ലോ പ്രഷർ ആവും, ഉടനെ ചിലപ്പോൾ ആണ് താഴെ പോകാതിരിക്കും ബോധക്കേട്. അവിടെ ഏത് വായുവിന് ആണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ, വിയാന വായുവിന്റെ പ്രവർത്തനം എങ്ങനെ സംഭവിക്കുന്നു, അവിടെയാണ് ഈ കറണ്ട് ഇല്ലാതായി പോകുന്നത്, ഇലക്ട്രിസിറ്റി ഫോൾട്ട് ആകുന്നതും പെട്ടെന്ന് ന്യൂട്രൽ ഫേസുമായിട്ടുള്ള കോണ്ടാക്ട് വിട്ടുപോകും, ലൈറ്റ് ഓഫ് ആയി പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അവിടെ ഈ സംഭവിക്കുന്ന സംഗതികളെല്ലാം ഇതൊക്കെ സത്യത്തിൽ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരിക്കലും ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റില്ല. ഈ വിഷയത്തിന് വേണ്ടി വളരെ വർഷങ്ങളോളം ഗുരുമുഖത്ത് നിന്ന് നടന്ന് പഠിച്ച് അനുഭവത്തിലൂടെ കിട്ടുന്ന അറിവിൽ മാത്രമേ ഈ മർമ്മചികിത്സയും മർമ്മശാസ്ത്രവും കേൾക്കൂ. ഒരാളെ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അവിടെ ബോധമുള്ളൊരു ശരീരത്തിൽ പിടിച്ചിട്ടാണ് കാണിക്കുന്നത് ഇത് അബോധാവസ്ഥയിലുള്ള ആളെ ബോധമാക്കാൻ. മറിച്ച് ഇത് പഠിക്കുമ്പോൾ അനുഭവം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ ഇത് പ്രയോഗിച്ച് പരിശീലിച്ചാൽ മാത്രമേ ഞാൻ ഇത് മനസ്സിലാക്കി എനിക്കിത് അനുഭവം ഉണ്ട് എന്ന് പറയാൻ പാടുള്ളൂ എന്നാണ് എന്റെ ഗുരുമുഖത്ത് ഞാൻ മനസ്സിലാക്കിയത്. സകലജനമ്പിൽ കുറ്റങ്ങൾ താനും സുരുളുകളും പൊയ്കളും പിരിந்த ഇടങ്ങൾക്ക് വർമ്മമിന്റെ പേരതാച്ചെന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. അവിടെ ശരീരത്തിലെ തൊലിക്കുള്ളിൽ ഞരമ്പിന്റെ അഗ്രഭാഗങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ പിരിവുകളിലും ചുഴികളിലും സന്ധികളിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാണസഞ്ചാരത്തെ ആണ് സത്യത്തിൽ മർമ്മം എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് നമുക്ക് പറഞ്ഞ് മനസമാധാനപ്പെടാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെ മർമ്മം അതാണെന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ മർമ്മം അറിയുക എന്ന് പറഞ്ഞാൽ മർമാണീയതയുടെ 6ാമത്തെ ഘട്ടത്തിൽ ചെല്ലണം. അപ്പൊ മർമ്മം എന്നാൽ എന്ത്, മർമ്മസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ശരീരത്തെ ആകമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാനങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും മർമാഭിഘാതങ്ങൾ കാഭ്യാസത്തിൽ പലപ്പോഴും കുലാഭ്യാസം മർമ്മമെന്നും അല്ലെങ്കിൽ അല്ലാത്ത മർമ്മം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തെക്കക്കളരി മുറയിൽ ചൂടുമുറ പഠിക്കുമ്പോൾ ഈ ചൂടുമുറയിൽ 108 വർമ്മത്തിനുള്ള പ്രയോഗങ്ങൾ അടക്കിക്കൊണ്ടാണ് തെക്കനടിമുറ സമ്പ്രദായത്തിൽ ചൂടുമുറ പഠിപ്പിച്ചിരുന്നത്. ധാരാളം കാര്യങ്ങൾ മർമാഭിഘാതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഒടിവുമുറിവ് ചികിത്സ, ഒടിവുമുറിവ് ചികിത്സയും അതുപോലെ തന്നെയുള്ള മറ്റു തടവും മുറകളും എല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം വ്യത്യസ്തമായ അളവുകളും കണക്കുകളും സമയങ്ങളും അതിന്റെ ആഴങ്ങളും അതിന്റെ കണക്കുകളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചികിത്സാ മുറ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്ക് കൈഭാഗവും ശൈഭാഗവും കറക്റ്റായിട്ട് അറിയണമെന്നുണ്ട്. എന്റെ അറിവിൽ 4ഓളം കൈഭാഗങ്ങളും 18ഓളം ശൈഭാഗങ്ങളും ഉണ്ട്. അതിന് തമിഴിൽ തന്നെ ധാരാളം പേരുകളുണ്ട്. അമർത്തലായാലും വലിക്കലായാലും ഇഴുക്കലായാലും നുണുക്കലായാലും അങ്ങനെ കുറെ പേരുകൾ. അതൊന്നും ഇവിടെ എഴുതിയ കൊണ്ടുവന്നില്ല, ഉടനെ വലിയ സംഭവം തന്നെ ഇവിടെ നടത്തുന്നത്, ക്ലാസ് അങ്ങ് എടുക്കേണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയാണ് മർമ്മങ്ങളെ സംബന്ധിച്ചുള്ളത്. പിന്നെ മർമ്മം എന്ന് പറയുന്ന ജീവന്റെ ഇരിപ്പിടങ്ങളാണ്, മർമ്മസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ ജീവന്റെ ഇരിപ്പിടങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വിഷയത്തിലുള്ള പഠനങ്ങൾ നടത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഉള്ളത്. ഈ വിദ്യ പഠിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിൽ പഠന ആദ്യം തന്നെ അയാളുടെ മാനസികമായ അവസ്ഥ ശരിയാക്കി എടുക്കണം. 10-12 വർഷം ഒരു ഗുരുവിന്റെ കീഴിൽ കായികാഭ്യാസം പഠിച്ച ഒരാളെയാണ് സത്യത്തിൽ ഈ മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പോലും പഠിപ്പിക്കാവൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ ഇവിടെയുള്ള അച്ഛൻ ബുക്കുകൾ മേടിച്ച് പലർക്കും അറിയാൻ സാധിക്കും. കേരള മനമതിലി അടക്കം വേണം, ഇടതാന കോപമെല്ലാം പെലിക്ക വേണം, താമഴ ധർമ്മചിന്ത അയവ് വേണം, ദേവാന ഉയർകൾ തന്നെ കാക്ക വേണം, പാരണ പാപിതാൻ വേറെ ഇല്ലേ, പാപമിട ഉയർകൾ തന്നെ കൊല ചെയ്താനും പരപ്പാ പലവരും എന്നെ പോലെ നെറിയാക ആശ്രയത്തിൽ നിനയ്ക്ക വേണം, വർമ്മപദേതം ഉണർന്നുകൊണ്ട് കഴുത്താന കൈഭാഗം അധികം വേണം എന്ന് പറയുന്നത്. ഈ കൈഭാഗം എന്ന് പറയുന്ന ഒരു സാധനം മർമ്മ ചികിത്സയിൽ ഔഷധങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അകമരുന്നും പുറമരുന്നും സിദ്ധവൈദ്യത്തിൽ പറയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, അത് ഡിസ്ലൊക്കേഷൻ ആയാലും ശരി, അത് ഫ്രാക്ചർ ആയാലും, അത് ഹെയർലൈൻ ഫ്രാക്ചർ ആയാലും കൊള്ളാം, അല്ലാത്തതാണെങ്കിൽ കൊള്ളാം, അതിനുള്ള കെട്ടുകളും സിസ്റ്റങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം തമിഴിൽ തൊക്കണമുറകൾ എന്ന് ചൊല്ലக்கூடிയത്, തൊക്കണമുറകൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ആയുർവേദത്തിലെ പഞ്ചകർമ്മം പോലെയുള്ള ഒരു സാധനമാണ്. പക്ഷെ അതൊക്കെ 38ഓളം കാര്യങ്ങളാണ് പറയുന്നത്. പഞ്ചകർമ്മം പോലെ 5, 10, 15 നിൽക്കുന്ന സാധനമല്ല. തമിഴ് മർമ്മശാസ്ത്രത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ 38ഓളം സിസ്റ്റംസ് ഉണ്ട്. അതിൽ മൈ എന്ന് പറഞ്ഞാൽ കണ്ണിലിരുന്ന മഷി, കണ്ണിലിരുന്ന മഷി ഉണ്ടാക്കി കഴിച്ചാൽ കണ്ണിൽ നിന്ന് ഗുണമുണ്ടാകും എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും 38 ഞാൻ അവിടെ പേര് എഴുതി കൊണ്ടുവന്നുണ്ട്, തമിഴിലുള്ള പേരുകൾ എഴുതി കൊണ്ടുവന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് മർമ്മശാസ്ത്രം, മർമ്മ ചികിത്സ, മർമ്മവിദ്യ എന്ന് തിരിച്ചറിയുമെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് വിശദമായിട്ട് ഇങ്ങനൊരു പഠനം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന് പഴയ കാലത്തൊക്കെ 12 വർഷം ഞാൻ പറഞ്ഞല്ലോ ഗുരുവിന്റെ കീഴിൽ നടന്ന് പഠിക്കുന്നതാണ്. ഒരു 6-7 വർഷമെങ്കിലും. ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയെങ്കിലും നമുക്ക് വിദ്യ കിട്ടാനുള്ള സോഴ്സുകളുണ്ട്. കുടിച്ചിൽ എന്ന് പറഞ്ഞാൽ തടവുമുറയുടെ മറ്റൊരു വാക്കാണ്. തിരുമെന്ന് പറയുന്നു, തിരുമ്പൽ എന്ന് പറയുന്നു, ഇതൊക്കെയാണ്. പക്ഷെ ഇതിനകത്തൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണമെങ്കിൽ ഒരിക്കലും വീഡിയോയിൽ കൂടെയോ യൂട്യൂബിൽ കൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ പഠിക്കാൻ പറ്റൂല. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ
പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചുക്കുമില്ല എന്ന് വെച്ച മലയാളത്തിൽ പറയുന്നത്. ചുക്ക് എന്ന് പറയുന്നത് നിസ്സാര വാക്കല്ല. കാരണം ചുക്കിനെ കുറിച്ച് വളരെ പ്രാധാന്യം, ചുക്കില്ലാത്ത കഷായം നമ്മൾ പറയാറുണ്ട്. അപ്പൊ തമിഴിൽ പറഞ്ഞ അങ്ങനെയല്ല, ചുക്കുക്ക് മിഞ്ചിയ കഷായമല്ലേ സുബ്രഹ്മണ്യത്തിന് മിഞ്ചിയ ദൈവവുമില്ല എന്നാണ് ശാസ്ത്രം പോലും പറയുന്നത്. തമിഴ് ചുക്കില്ലാത്ത കഷായമില്ല. തമിഴ്നാട്ടുകാരാണ് മുരുക മുരുക എന്ന് വിളിക്കുന്നവർ അറിയാം. അപ്പൊ അവരെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ശ്ലോകങ്ങളൊക്കെ വരുമ്പോൾ വാക്കുകളൊക്കെ വരും. ആ വാക്കുകളെ നമ്മൾ ഉൾക്കൊള്ളുന്നതിനകത്തുണ്ടാകുന്ന ചില അറിവില്ലായ്മകളാണ് നമുക്കതിന് തെറ്റായിട്ട് തോന്നാൻ കാരണം. ഇപ്പൊ ഹനുമാൻ എന്ന് പറയുമ്പോൾ ഹനുമാനെ പൂജിക്കുന്ന ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട് ചിദംബരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത്. ചിദം എന്നത് എന്തെന്ന് അറിയുന്നെങ്കിൽ അമ്പരം എന്ന ആകാശത്തെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. കറക്റ്റ് തമിഴിൽ. അപ്പൊ ഇത് അറിയാത്തത് കൊണ്ട് നമ്മൾ ചിദംബരം ആരുടെ ചിദംബരം കാഫറാളി പോകുന്നു അങ്ങനെയൊന്നും അല്ല. അറിവ് പഠിക്കാൻ നിങ്ങൾ ചൈനയ്ക്ക് അറിവ് പഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറബികളെല്ലാം ചൈന ഭാഷ ചൈനീസ് ഭാഷ പഠിച്ചിട്ടാണ്, ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയവിശാലതയുടെ കുറവ് നമ്മുടെ അറിവിനെ ചുരുക്കി കളയും. മറിച്ച് അതിന്റെ അർത്ഥം എന്താണ്? രാമൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നാണ് അർത്ഥം. ഹനു മീൻസ് പ്രാണ. ഹനു മീൻസ് പ്രാണ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എന്റെ വിശ്വാസം. ഹനു മീൻസ് പ്രാണ. ഹനുമാൻ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ, പ്രാണനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിലുള്ള ചില പോരായ്മകൾ പലപ്പോഴും നമ്മുടെ സമുദായത്തിൽ ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി. അപ്പൊ പ്രാണൻ എന്ന് പറയുന്ന ജീവൻ ശരീരത്തിലെ 6 അവയവങ്ങളിലൂടെയാണ് അതിന്റെ ഈ പ്രവർത്തന മേഖലയെ നിയന്ത്രിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് പറയുന്ന ആറോളം പാർട്ട് ഓഫ് ബോഡി പറയുന്നത്, അതായത് മസിൽസ്, ബോൺസ്, സ്മോൾ നെർവ്, ബിഗ് നെർവ്, ജോയിന്റ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ സകലതരമ്പിൽ കുറ്റങ്ങൾ എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ പറയുന്ന അതിന്റെ ഏകദേശ രൂപം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ഥാനങ്ങളിലെല്ലാം പ്രാണൻ അടങ്ങിയിരിക്കുന്നു. അത് സന്ധികളിൽ മർമ്മമുണ്ട്, മാംസ സംബന്ധിക്കാൻ പറ്റുന്ന പാലപ്പാടകം, എലിപ്പിൻ കൂറാൻ, പാങ്കാന തൊടുവർമ്മം, ഞരമ്പിൻ കൂറാം, ഉള്ളുവർമ്മം, സതയും കൂറാം, പിന്നെ തട്ടുവർമ്മം, നിലത്തിൽ കൂറാം, ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിനെല്ലാം തെളിവുകളുള്ള രേഖകളാണ് തമിഴ് ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശരീരം ആസനം സഞ്ചരിക്കുന്നു. ഒരാൾ പിച്ചുമ്പോ നുള്ളുക, ഇങ്ങനെ നുള്ളുമ്പോൾ പേരെടുക്കുന്നത്, കാരണം അവിടെ ജീവനുള്ളതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ പാരലൈസ് ആകുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകുന്നതിന് നമ്മളെ ചികിത്സാ രീതി അല്ലേ ഗുരുക്കളെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ജീവനുണ്ട്, വേദന ഉണ്ടെന്ന് പറയുമ്പോൾ ചികിത്സകൾ ഒരു പ്രതീക്ഷയാണ്, ചികിത്സ ചെയ്യുന്ന പ്രതീക്ഷയാണ്. കാരണം ഇനി അതിലേക്ക് ജീവന്റെ സഞ്ചാരം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതിന് പലതരമുണ്ട്. അപ്പൊ മർമ്മങ്ങളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് മർമ്മ പഠനത്തിന്റെ തിയറി എന്ന് പറയുമ്പോൾ മർമ്മ പഠനം ഒരിക്കലും തിയറി പഠനമല്ല. അത് ശരിക്കും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ മാത്രം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ശരിക്കും മർമ്മ ചികിത്സയായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എന്നതും ഈ സന്ദർഭത്തിൽ പറയുവാൻ ഓർക്കുന്നു. കാരണം അതിന്റെ തത്വങ്ങൾ, ഈ 96 തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് മർമ്മതത്വം അറിയണം, അതുപോലെ മർമ്മ ജീവശാസ്ത്രം അറിയണം, മർമ്മ ശരീരശാസ്ത്രം അറിയണം, മർമ്മരോഗ നിദാനം അറിയണം, മർമ്മ ചികിത്സയിലെ മറുതട്ട്, അടങ്കൽ, മരുന്ന് വകകൾ, തൊക്കണ മുറകൾ ഞാൻ ചൊല്ലും എന്ന് പറഞ്ഞത്. അതായത് ഈ ചികിത്സയിൽ നമ്മൾ പഞ്ചകർമ്മം പോലെ ചെയ്യുന്ന 38ഓളം വരുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ട്. പേസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ, മഷിയായിട്ടുള്ളതാണെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയണം. അപ്പൊ ഈ തിയറിയും പഠനത്തിനപ്പുറം അതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് ഒരാൾ കടന്നു വരണം. അതിന്റെ അവസാനം അയാൾ ശാന്തി, സമാധാനം, ശരിക്കും സമാധിയിലേക്ക് എന്ന് പറയുന്ന റബ്ബുമായിട്ടുള്ള മുഹബത്തിൽ ലയിച്ച് ആ ഒരു സ്റ്റേജിലേക്ക്, ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നുണ്ടോ അയാൾ മർമ്മം. ജീവൻ എന്ന അർത്ഥം പറയുമ്പോൾ ആണി എന്നതൊരു വസ്തുവിനെ ഒരിടത്ത് ഉറപ്പിച്ച് നിർത്തുന്നതാണെന്ന് നമുക്കറിയാം. ആണി എന്ന സാധനം നമ്മൾ ഉപയോഗിക്കും. അപ്പം അത് മർമാണി എന്ന് പറഞ്ഞാൽ ജീവനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റുവാൻ നിന്റെ രാശപ്പെട്ട സദസ്സിൽ പറഞ്ഞ പോലെയാണ് ജീവനെ പിടിച്ചു നിർത്താൻ. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ മർമ്മത്തെ എടുത്ത് പഠിക്കുമ്പോൾ മർമ്മസ്ഥാനം അതിന്റെ ഈടിലും കാലത്തിലും എല്ലാം, അതായത് ഏൽക്കുന്നതിന് അനുസൃതമായി ഞാൻ മനസ്സിലാക്കിയ 5 കൂറാണ് നമ്മൾ ഏറ്റവും മിനിമം 5 കൂർ ഒരു മർമ്മസ്ഥാനത്ത് ഏൽക്കുമ്പോൾ അത് നേരെ അവിടെ ക്ഷതമേൽക്കുന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന അത് മുകളിൽ താഴേക്കാണ് അതിന്റെ ക്ഷതമേൽക്കുന്നത് എന്ന രീതിയിൽ അത് പാർശ്വഭാഗങ്ങളിൽ നിന്നാണ്. അതിങ്ങനെ ആശാൻ കാണിക്കും, കുത്തിങ്ങനെ കൊള്ളുമ്പോൾ മർമ്മത്തിൽ ഒരു ക്ഷതമേറ്റാൽ അതിൽ ഓരോ ഏൽക്കുന്നതിന്റെ ആ അവസ്ഥ അനുസരിച്ച് അതിനുണ്ടാകുന്ന ലക്ഷണങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഓരോ മർമ്മസ്ഥാനങ്ങളിലും പ്രയോഗിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും ഒക്കെ ഈ മർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ കന്യാകുമാരി ജില്ല, തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ചെറിയ പറയുന്ന ശാസ്ത്രങ്ങൾ, ഇപ്പം തിലസമർമ്മം അല്ലെങ്കിൽ സ്തബനി മർമ്മം എന്ന് സംസ്കൃതത്തിൽ പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനം പറയുമ്പോൾ തന്നെ
നമ്മൾ ചെറിയ തമിഴിൽ മലയാളം മനസ്സിലാകുന്ന പോലെ പറയുന്ന ശ്ലോകങ്ങളുണ്ട്. അതേസമയം കുറച്ചുകൂടി കട്ടിയായിട്ട് പറയുന്നതുണ്ട്. അപ്പൊ ഈ കട്ടിയായിട്ടുള്ള ശാസ്ത്രം കൂടുതൽ ഞാൻ കണ്ട ചൂടാമണി എന്ന് പറഞ്ഞ ഗ്രന്ഥം എനിക്ക് ഒരു ബദ്രാഷ്ടാൻ ഉസ്താദാണ് എഴുതുന്നത്. ഒരു വീഡിയോ നടക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ വലിയ അമൂല്യ ഗ്രന്ഥം അതാണ് ഈ ചൂടാമണിയാണ്. തിരുവനന്തപുരത്ത് പാച്ചല്ലൂരിൽ താമസിക്കുന്ന ഒരു ആശ. അതുപോലുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമ്മൾ തിരിച്ചറിയാത്തവരായിരുന്നു. അവരിൽ നിന്നും അല്ലാതെ നമുക്കത് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി തന്നതാണ്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, ഈ നേരപ്പാ നെറ്റിനോട് കുരുകം തന്നിൽ നേരാക നിലനിൽക്കും താഴ്വതാകെ ധാരപ്പാ തിരസക്കാലം അതിർക്ക് പേരെ തടരവേ മുറിവ് കൊണ്ടാൽ പിഴയാതെ കാലം അത് തിരസക്കാലം പേശുകളിൽ അതിന് വർമ്മം കൊണ്ടാൽ കേൾ ഈളയാകെ വായു പിളർന്ന് വാനം വാർത്തിരിക്കുമ്പോഴാണ്. അപ്പം ദിവസമർമ്മം എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് നമ്മളൊരു പ്രയോഗം ഏൽക്കുകയോ അല്ലെങ്കിൽ സാന്ദർഭികമായി സംഭവിക്കുകയോ ചെയ്താൽ അത് ഇന്ന ലക്ഷണങ്ങൾ കാണിക്കും. അത് ഈളയാകെ വായു പിളർന്ന് വാനം വാർത്തിരിക്കുമെന്നാണ്. അപ്പൊ അയാൾ അത് വായു പൊളിച്ച രീതിയിൽ ദൃഷ്ടി മുകളിലേക്ക് വാനം പാർത്തിരിക്കാവുന്ന ദൃഷ്ടി മുകളിലേക്കായിരിക്കുന്ന ഒരു ലക്ഷണം ഈ ദിവസമർമ്മം എന്ന് പറയുന്ന മർമ്മമേറ്റാൽ കാണുമെന്ന് പറഞ്ഞു. ഇതേ മർമ്മസ്ഥാനത്തെ സംബന്ധിച്ച് തന്നെ മറ്റ് ഒരു തമിഴ് ഗ്രന്ഥത്തിൽ ചൂടാമണി പോയി നോക്കി അതിൽ പറയുന്നത് ബാലമന്റെ ചന്ദ്രമണ്ഡലത്തെ പറ്റി പകർന്നൊഴിയും പരമകുരു പകരും വീട്ടിൽ ബാലാനിന്റെ ലലാടമതിൽ ഞാനക്കന്മേൽ വളരുകിன்ற ഒരുവരുടെ ചുഴിപോരത്തിൽ ആലവിടമുണ്ടവർ നെല്ലിടക്കിൻ കീഴേ അമൈത്തു വയ്ത്ത തിരസക്കാരം താരനെ. സംഭവം ഇത് തന്നെയാ പറഞ്ഞത്. പക്ഷെ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു മനുഷ്യ ശരീരത്തിന്റെ 3 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യം അഗ്നി ആദിത്യ ചന്ദ്രമണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഈ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന ആ മേഖലയിൽ ഏറ്റവും അപായകരമായ മർമ്മസ്ഥാനങ്ങൾ ഇരിക്കുന്നുണ്ട്. ശരീരത്തിൽ കഴുത്തിന് മുകളിൽ വരുമ്പോൾ 32ഓളം മർമ്മങ്ങൾ പറയുന്നു. 108 മർമ്മം എടുത്ത് നോക്കിയാൽ വിശ്ലേഷണം ചെയ്താൽ തന്നെ 32 മർമ്മങ്ങൾ കഴുത്തിന് മുകളിലാണ്. 28ഓളം മലർമർമ്മത്തിന് താഴെ മുടിച്ചി മീൻസ് മണിപ്പൂർ കടങ്ങൾ ചൊല്ലக்கூடிய പൊക്കിള് വർമ്മം വരെ സ്ഥലത്താണ്. അതുപോലെ നാഭിച്ചുരുക്കി ചില മൂത്രവർമ്മം വരെ ഒരു 10-13 സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കൈകളിൽ 11ഓളം, കാലിൽ 12 പറയുന്നുണ്ട്. ഇതിനൊക്കെ മർമ്മങ്ങൾ ഉപമർമ്മങ്ങൾ വേറെ ഉണ്ടെന്നുള്ള. അപ്പൊ നമ്മൾ പറയുമ്പോൾ മർമ്മസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അറിയുന്ന ചില പ്രയോഗങ്ങൾ ഇന്ന സ്ഥലത്താണെന്ന് പറയുന്നത്. അപ്പൊ ഈ അകലെ ഇപ്പൊ പാലമന്റെ ചന്ദ്രമണ്ഡലത്തെ പറ്റി പകർന്നു. അപ്പൊ ചന്ദ്രമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇന്ന സ്ഥാനത്ത് ഇതിന്റെ ലാടത്തിൽ ജ്ഞാനക്കണ്ണിൽ, അപ്പൊ അവിടെ തേടൈ എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്. അവിടെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. എന്നാൽ അത് നേരെയാണോ എന്ന് വെച്ചാൽ നേരെയല്ല. പലരും ഈ തിരസമർമ്മം എന്ന് പറഞ്ഞാൽ നേരെയാണ് കാണിക്കുന്നത്. ശരിക്കും തിരസമർമ്മം നേരെയല്ല എന്നാണ് എന്റെ ഗുരു എനിക്ക് കാണിച്ചതെന്ന് പറഞ്ഞു അനുഭവത്തിലുണ്ട്. കാരണം ആ സ്ഥാനം ഒരാളെ ബോധം ഉയർത്താനുള്ള സ്ഥലവും കൂടി. എല്ലാം സ്വിച്ചിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഗുരുക്കളായിട്ട് സംസാരിച്ചപ്പോ മനുഷ്യ ശരീരത്തിലെ സ്വിച്ച് ബോർഡ് എവിടെയാണ് ഞാൻ ചുമ്മാ വെറുതെ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വേറെ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആർട്ടാണെന്ന് പറഞ്ഞു. വേറെ തലച്ചോറാണ്. അല്ല, മനുഷ്യത്തിലെ സ്വിച്ച് ബോർഡ് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു ശ്ലോകത്തിൽ പറയുന്നത് സകല ഞരമ്പിൻ പുച്ഛങ്ങൾ താനും എന്ന് പറഞ്ഞാൽ ഓരോ കൈയുടെയും കാലിന്റെയും വിരലിന്റെ ടിപ്സ് ഓഫ് ദ ഫിംഗേഴ്സ് ഓഫ് ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് അവിടെയാണ് ഈ ഇതുകൊണ്ട് തീരുന്ന സ്ഥലം. നിങ്ങൾക്ക് സ്വിച്ച് ഇടാനും പറ്റും, ഓഫ് ചെയ്യാനും പറ്റും അല്ലേ? നിങ്ങൾ ആരെങ്കിലും കയറി വന്ന സ്വിച്ച് ബോർഡ് ഇപ്പൊ കാണിച്ചത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്വിച്ച് ഉദ്ദേശിച്ചത് ഈ കാണുന്ന സാധനത്തിന്റെ പേരെന്താ? നെയിൽ ഉണ്ടാക്കാം അല്ലേ? ഇതുപോലൊരു സ്വിച്ച് എന്തായാലും ഈ ലോകത്ത് ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന സാധനം. കാരണം വിരലിനെ കുറിച്ച് പഠിക്കണം. മർമ്മവിദ്യയിൽ വിരലിന് വലിയ പ്രാധാന്യമുണ്ട്. 5 വിരലിന്റെ നീളം, 5 വിരലിന്റെ ഉപയോഗം, 5 വിരലിന്റെ പേര്, 5 വിരലിലെ നരമ്പ്, 5 വിരലിലെ നാഡി, 5 വിരലിലെ വായു. ഈ 5 വിരലിൽ നമ്മൾ അള്ളാഹു തന്ന ഈ കാണുന്ന ഷേപ്പിൽ വെച്ചുകൊണ്ട് ഒരു വസ്തു എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, പണ്ഡിതന്മാരുടെ സദസ്സാണ്, ഞാൻ വിവരക്കേട് പറഞ്ഞ് ക്ഷമിക്കണം എന്നോട്. അപ്പൊ നിങ്ങളുടെ വിരലുകൾ അള്ളാഹു സൃഷ്ടിച്ചെങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി ചോദിച്ചതുപോലെ അവിടെ ഈ 5 വിരലിൽ വെച്ചൊരു സാധനം എടുക്കാൻ പറ്റൂല. അതേസമയത്ത് ഈ 5 വിരലിൽ നിങ്ങൾ 4 വിരൽ വെച്ച് നമുക്ക് മടക്കി നോക്കിയാൽ ഇത് തുല്യമായ നിമിഷം അവിടെ നിന്നൊരു വസ്തു എടുക്കാൻ പറ്റും. ഈ ഒരു രഹസ്യം പോലും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞില്ല. നമ്മൾ അള്ളാഹ് വിളിച്ചിട്ട് വല്ല കാര്യം അവിടെ നിൽക്കാൻ ഞാൻ പാപത്തിൽ പോകുന്നില്ല. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വിരല് ഇങ്ങനെ ഒരു വസ്തു എടുക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച ഈ കേൾക്കാത്തൊരു സമയമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ പ്രാണമില്ലാത്തപ്പോഴാണ്. അപ്പൊ ഇതിന്റെ കാരണം കിട്ടിയോ? ഈ ശബ്ദം കേൾക്കത്തില്ല. എപ്പോ കേൾക്കത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ
നിങ്ങൾ വലിച്ചൊക്കെ വീഴത്തില്ല. കാരണം ഇത് വർമ്മത്തില് ഈ മരണക്കുറി പറയുമ്പോൾ മരണത്തിന് ഗുണമേതെന്നാൽ മണികത് മേലെ വാങ്ങി തരുണത്തിൽ ഇതെല്ലാം വിഷി കാതില കൊയ്താന്ന് ചൊല്ലக்கூடிய വർമ്മക്കുറിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങൾ നിങ്ങൾ പഠിക്കുകയും ഗുരുമുഖത്ത് നിന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു തന്നത് ഈ സ്വിച്ച് ബോർഡിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഈ അഗ്രഭാഗങ്ങളെല്ലാം ഇതിന്റെ സെന്റേഴ്സാണ്. ഇളക്കുമുറയിൽ വളരെ ശ്രീയാണ്. ഈ വിരല് ഇളക്കുമുറയിൽ ഏറ്റവും പ്രധാനമാണ്. ഇരടി വർമ്മ ചൊല്ലக்கூடிய എന്നാണ് உங்களுக்கு தெரியுമില്ല. സിമ്പിൾ തന്നെ, വെരി സിമ്പിൾ. അതില് സന്നി 13 തരത്തിലുള്ള ജന്നി നമുക്ക് ഷിവറിങ് ഈ തിരുമുമ്പ് വരെ സംഭവിക്കും. നമ്മൾ സാധാരണ നോർമൽ തിരുമ്പുകളിൽ പോലും ചിലപ്പോൾ ഷിവറിങ് ഉണ്ടായിരിക്കും ചില ആളുകളുടെ ശരീരത്തിൽ. ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ അളവ് കറക്റ്റ് അല്ല, നമ്മൾ അളവ് കഴിച്ചു പേടിച്ചു പണിയറിയത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഇന്ന് കവടിയടങ്കൽ ചെയ്യാൻ മുടിയും അതോടെ ഇരടി കാലത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം, എന്ത് അളവിൽ ചെയ്യണം, എത്രത്തോളം പിടിക്കണം, അത് എന്തൊക്കെ അതാണ് ഈ വിരലിന്റെ പണിയാണ്. ഞാൻ പറഞ്ഞു വന്നത് വർമ്മസ്ഥാനങ്ങളെ കുറിച്ച് അറിയുന്നതിന് പോലെ തന്നെ വർമ്മവും വർമ്മസ്ഥാനവും എന്നുള്ള വിഷയത്തിൽ ഞാൻ നിൽക്കുവാണ് ഇപ്പോൾ. വർമ്മം എന്നാൽ എന്ത്, വർമ്മസ്ഥാനം എന്നാൽ എന്ത്, വർമ്മ പ്രയോഗങ്ങൾ എന്ന് ചൊല്ലக்கூடிയത്, അതായത് മർമ്മ പ്രയോഗങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മർമ്മത്തെ പറ്റിയുള്ള തിയറി പോലെ തന്നെ ഈ പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മർമ്മങ്ങളെ സംബന്ധിച്ച് കോമൺ ആയിട്ട് തിരിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കാണും. ഏകമർമ്മങ്ങളെന്നും ദ്വന്ദ്മർമ്മങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരേ ഗുണവും പവറും അതുപോലെ തന്നെ ദോഷവും എല്ലാം വരുന്ന മർമ്മങ്ങളാണ് പാർശ്വഭാഗങ്ങളുള്ളത്. അതുപോലെ ഇണമർമ്മങ്ങളും, ഇളക്കുമുറയിൽ ഇണമർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം യഥാർത്ഥ സ്ഥലത്ത് മാത്രം പിടിച്ച് ചിലപ്പോൾ അഴിക്കൂല. അപ്പൊ അങ്ങനെ വേറെ ഒന്ന് രണ്ട് ഇളക്കുമുറകൾ അടങ്കലുടെ ഞാൻ കാണിക്കാം. ഏത് തരത്തിലുള്ള അടങ്കൽ ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട്. കൂട്ടടപ്പിലെ പിടിക്കக்கூடிய കൂട്ടടപ്പിൽ അടപ്പവർമ്മമുണ്ട്, അതായത് അപാലാപം എന്ന സംസ്കൃതത്തിൽ പറയുന്ന അടപ്പക്കാരൻ. അതുപോലെ തന്നെ കൂട്ടടപ്പ് എന്ന് പറയുന്നത് അതിനോട് കുറച്ച് മേലെ കയറി നിൽക്കുന്ന സാധനം. ഈ കൂട്ടടപ്പിലോട്ട് നമ്മൾ കൈവയ്ക്കുമ്പോൾ ആ ശരിയായ രീതിയിൽ പിടിച്ചിട്ട് ബോധം കെട്ട് കിടക്കുന്ന ആൾ തടയിൽ കൊണ്ടുവന്നിട്ട് ഈ മണിക്കൂറകത്തിൽ കൊണ്ടുവന്ന് അന്നക്കാലം തള്ളിപ്പോട്ടാൽ എന്താൾ കണ്ണു തുറന്നിരിക്കും. ശരിതാണ്. അപ്പൊ അത് ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് ധാരാളം ചെയ്തത്. ഒരാളെ തളർന്ന കിടക്കണം പിടിച്ചെഴുന്നേപ്പിച്ച് ചെയ്യാൻ വയ്യ. ആളെ നാടി കാല് തെറ്റിയിട്ടാണെങ്കിൽ പിടിച്ച് രണ്ട് കൈ പൊക്കി ഇരുത്തിക്കൊണ്ട് വെടലിയിലെ സ്ഥലത്ത് നിന്ന് കൈ തടവി കൊണ്ടുവന്നിട്ട് എവിടെയാണോ അത് ഞെടുക്കേണ്ട ഭാഗത്ത് ഞെടുക്കി കഴിഞ്ഞാൽ അപ്പോഴേ കെട്ടിക്കിടക്കുന്ന ശ്വാസം മോളിപ്പോയി. ഇപ്പൊ ഇളക്കുമുറകളെ കുറിച്ച് പറയുമ്പം ചില ബുക്കുകൾ തുറവുകോൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തുറവുകോൽ എന്ന് വെച്ചാൽ താക്കോൽ, ധാരാളം ബുക്കുകളുണ്ട്. ഒന്നും രണ്ടും ഒന്നും അല്ല, 10-60 ബുക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അത് 100 കണക്കിന് പുസ്തകങ്ങളുണ്ടെന്ന് തോന്നുന്നു. തുറവുകോൽ. അപ്പൊ തുറവുകോൽ പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന 16 അടങ്കിൽ പറയുന്ന തുറവുകോലാണ് വർമ്മ പീരങ്കി തുറവുകോൽ എന്ന് പറയുന്നത്. അണ്ടർ ശരം കിടന്ന തിരുവരളി പോറ്റി ആനന്ദ പരാപരത്തിന് അരുൾതാൻ പോറ്റി കുണ്ടലിക്കുൾ ഉമർന്നു നിന്ന ഗുഹനെ പോറ്റി ഗുരുവരുടെ അനുദിനമും കുറിയായി പോറ്റി കണ്ട അരുൾ പാർത്ത് കലങ്ക വേണ്ടാം കൺമണിയെ കരുത്തു വയ്ത്ത് പൂരണത്തിൽ നിന്ന് പൂരണമാം പീരങ്കിയെ കൂട്ടുവയ്ത്തേ വർമ്മത്തിൽ പുതുമയെല്ലാം കാരണമാം സൂത്രൻ നാം കൺകണ്ടുകളെ വരത്തിൽ ചൊല്ല് 16 അടക്കമാകെ എന്ന് പറഞ്ഞ 16 അടങ്കലുകൾ പറയുന്ന വളരെ രസകരമായി 16 അടങ്കലുകൾ അവതരിപ്പിക്കുന്ന കുറച്ചൊക്കെ പഠിച്ചിട്ട് മുഴുവൻ കിട്ടിയിട്ടില്ല. അതില് ഒന്നാമത്തെ ആളപ്പാഴ്തനെ ഇടക്കാലിൽ എടുത്തിരുത്തി പൂരപ്പ കൂമ്പൽ മറുപുറത്ത് മുട്ടയും കൊടുത്ത് പിടിത്താടി കയ്യാൽ ഏന്തിയെ മുട്ടിനി വളയിക്കൊണ്ടാൽ ഏന്തിയ ശ്വാസം നേരെ പോകും. ഇതൊക്കെ ചുമ്മാ നിസ്സാരമായിട്ട് ആശാമ്പരോട് കണ്ടിട്ടുള്ളൂ. സത്യത്തിൽ അനുഭവം ഉണ്ടായെങ്കിൽ ഈ ഇളക്കുമുറയെ സംബന്ധിച്ച് നമ്മുടെ ഭയമാണ്. ഏറ്റവും സിമ്പിളാണ് അടങ്കൽ വിളക്കുമുറയും. പക്ഷെ അത് ചെയ്യാനൊരു ധൈര്യം വരണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം കഷ്ടപ്പെടണം. ഈ കഷ്ടപ്പെടാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മൾ ആശാന്മാരുടെ പുറകെ കഷ്ടപ്പെടണം. ഇവിടെ ഇന്ന് അതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇന്നത്തെ കാലത്ത് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം പുതിയ തലമുറയിൽപ്പെട്ട രണ്ട് വിഭാഗമാണ്, ന്യൂ ജെൻ ആൻഡ് ഫ്രീ ജെൻ. ഇങ്ങനെ രണ്ട് വിഭാഗമാണ് പുതിയ തലമുറ. ഒന്നുകിൽ പാപ്പാരുമായി പറഞ്ഞാൽ ഒട്ടും കേൾക്കാത്തവർ ബാക്കിയുള്ളവർ ഒട്ടും കേൾക്കൂല. പിന്നെ ഫ്രീ ജെൻ, അറിയാം, എനിക്ക് തലയിൽ മുടിയില്ലാത്ത പറയല്ല, ചെടിച്ചട്ടി പോലെ പല കോലത്തിൽ മുടികൾ വെട്ടി നടക്കുന്ന മറ്റൊരു വിഭാഗം. ഇത്തരം തലമുറകളുടെയൊക്കെ ഉത്തരവാദിത്വം അവരുടെ കുഴപ്പങ്ങളുടെ കാരണത്തിന് ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലേ? ഉണ്ടോ? താപരക്കഴി തന്തപരക്കഴി അക്കുടി മക്കളെല്ലാം പരക്കഴിയും ചെന്ന മാതിരി അതായത് പാരമ്പര്യമായിട്ടുള്ള തലമുറയാണ്. അതിന്റെ കുഴപ്പം കണ്ടെത്തണം. അപ്പൊ മോൻ പെഞ്ചിത്രം കാണിച്ച് ഞാൻ വാപ്പായിട്ട് നോക്കിയാൽ എന്താ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പഠിക്കുന്ന വിദ്യ പഠിക്കുമ്പോൾ ഇതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള, ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, എല്ലാം കൂടെ ഇങ്ങനെ അവിയൽ പോലെ ആയിപ്പോകുന്നു. എല്ലാവരും പൊരുത്തപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കൂടുതൽ അറിവ് ആഗ്രഹിക്കുന്നവർക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു മടിയില്ലാത്ത ആൾക്കാരില്ല. ആർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മടിയില്ല. നിങ്ങൾ ചെയ്ത അനുഭവങ്ങൾ ഉണ്ടാകണം.
പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടണം, ത്യാഗം സഹിക്കണം. ഈ മർമ്മപ്രയോഗങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ടി വരുമ്പോ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്റെ 12 വയസ്സം കാത്താൽ അറിവാന ബുദ്ധി അവർ കിരുതിദാനാൽ അപ്പനെ പൊരുൾ വാങ്ങി നൂലി എന്നാണ് മർമ്മസൂത്രത്തിൽ പോലും പറയുന്നത്. ഒരാള് ശിഷ്യനെന്ന് 12 വർഷമെങ്കിലും ഗുരുവിന്റെ കൂടെ നടന്ന് ശരിയായ അറിവും ബുദ്ധി അവരുണ്ടെന്ന് ഗുരുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗുരു അവരെ പരിശീലിപ്പിക്കുന്നു, അവന്റെ പൊരുൾ വാങ്ങി. പൊരുൾ എന്ന് പറയുമ്പോൾ ആശാൻ ഇങ്ങനെ കാണിക്കും, അതല്ല പൊരുൾ ഉദ്ദേശിക്കുന്നത് പ്രതിജ്ഞ വാങ്ങാന്നുള്ളതാണ്. എല്ലാത്തിന്റെയും പിന്നിലെ ഒരു ഞാൻ പറഞ്ഞില്ലേ, വയറിളക്കിശലോ കുഴപ്പമില്ല, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം വായു ഭക്ഷണം കഴിച്ചാലും ജീവിക്കൂലല്ലോ ഗുരുക്കന്മാരായാലും. അപ്പൊ അവർക്ക് അത്യാവശ്യം സാമ്പത്തികം വേണ്ടി വരും, അത് ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റില്ല. അപ്പൊ ഈ 12ഓളം വർഷം നമ്മൾ ഗുരുവിനെ പഠിക്കണമെങ്കിൽ ഒരു 8 വയസ്സിലെങ്കിലും പഠിക്കാന്നുള്ള മുഖ്യമായിരിക്കണം. ഒരു 10-20 വയസ്സാകുമ്പോൾ മെച്ചറാവും. കാരണം ബാല്യം, കൗമാരം, യൗവനം എന്ന 3 ഘട്ടങ്ങൾ ഒരു ഗുരുവിന്റെ കീഴിൽ ഒരാൾ പരിശീലിക്കണം. ഈ 3 ഘട്ടങ്ങൾ പരിശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവന്റെ യുക്തി, അവനെ കുറിച്ചും ഗുരു മനസ്സിലാക്കിക്കൊണ്ട് അവന് ഈ വിഷയത്തിലുള്ള ഉപരിപഠനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ 12 വർഷം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ച നിയമമല്ല. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ 12 വർഷം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 വരെയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരെയോ പണ്ട് പഠിച്ചിട്ടാണ് ഉപരിപഠനത്തിൽ പോകുന്നത്. അപ്പൊ ഈ 3 ഘട്ടങ്ങൾ ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കണം. ഇത്തരം അഭ്യാസ ശൈലികളെയാണ് നമ്മുടെ പഴയ കാലത്ത് തമിഴ് ബ്രഹ്മശാസ്ത്രങ്ങളിലൂടെയും പറഞ്ഞിട്ടുള്ളത്. അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയും ലോകത്തെവിടെയും. അപ്പൊ അങ്ങനെയുള്ള ശ്രമയും കാര്യങ്ങളും ഉള്ളവരേ ഉള്ളൂ. പിന്നെ ഈ പ്രയോഗ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട്, ഒന്നൊരു ചൂടുമുറ പഠിക്കണം. ഇതിന്റെ ചൂടുമുറ പഠിക്കണം, ചൂടുമുറ ശാസ്ത്രം പഠിക്കണം. നാഡീബലവും അസ്ഥിബലവും ഉണ്ടായതിനു ശേഷം, ചൂടർച്ചതിന് ശേഷം ശരീരത്തിലുള്ള പ്രാണനെ എങ്ങനെ, പ്രാണന്റെ പെരുക്കം, ശ്വാസപ്പെരുക്കമാണ് ചൊല്ലக்கூடிയത്. ശ്വാസപ്പെരുക്കം എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ആ സിസ്റ്റം ചൂടിലൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ കഴിവുണ്ടാക്കി എടുത്തുകൊണ്ട് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ തിരസക്കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ പറയുന്നുണ്ടല്ലോ, ഈ പാലമിന്റെ ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ഈ തിരസമർമ്മം എന്ന് പറയുന്ന ഈ സ്ഥാനത്ത് പ്രയോഗിക്കുമ്പോൾ, അവിടെ ചൂടുമുറ ശാസ്ത്രപ്രകാരം പ്രയോഗിക്കുമ്പോൾ ഈരാറ് വിരലിൽ അകലെ എടുത്താൽ വീഴുന്നതാണ്. ഈരാറ് വിരൽ അകലെ 12 വിരൽ അകലെ. അപ്പൊ ഈ 12 വിരൽ ഇങ്ങനെ അളക്കുന്നതാണ് പലരും കാണിക്കുന്നത്. ശരിക്കും 12 വിരൽ അളക്കുന്നതിന്റെ ആ ചൂടുമുറ അങ്ങനെയല്ല. അത് 12 വിരൽ അളന്നു നോക്കുന്നത് ഇവിടെ നിന്ന് 4, 4, 8, 4, 12 ഈ കണക്ക്. ഈ 12 വിരലിന്റെ ഇടയിൽ ഈ കൈ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഇന്ന സ്ഥാനത്ത് പ്രയോഗിക്കുന്ന ചുവടുണ്ട്. ആ കഥോർമ്മ ചുവടിന്റെ രീതിയാണ്. അത് ചുവട് കറക്റ്റ് പറഞ്ഞാൽ അതിന്റെ പ്രയോഗം പറഞ്ഞു, പ്രതിരോധം പറഞ്ഞു. അപ്പൊ ആ കൈയുടെ മടക്ക് നമ്മൾ നിവർത്തിയിട്ട് പ്രയോഗിക്കുന്ന ആ സമയത്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ, ശാസ്ത്രീയമായിട്ട് പഠിച്ച് ചെയ്യുവാണ്. അതുപോലെ ഓരോ പ്രയോഗമാണ്. പിടലി വർമ്മത്തിലാണ്, പിടലി വർമ്മം എന്ന് പറഞ്ഞാൽ പിടലിയുടെ പുറകിൽ വരുന്ന സ്ഥലത്തിൽ കുഴി, രോമക്കുഴിയിൽ നീക്കുന്ന സ്ഥാനമാണ് പിടലി വർമ്മം എന്ന് എല്ലാവർക്കും അറിയാം. ഇല്ലേ, വാഴകവേ പിടലിയന്റെ കാഴ്ച ചെയ്യേ വാഴ്ത്തുകരൻ പിടലിയന്റെ കുഴിക്കുള്ളാകെ മാഴവേ മുടി മുകുന്ത വരിയോരത്തിൽ മഹിമയുള്ള പിടലിക്കാലം താനാച്ചിയാണ്. വീഴവേ അക്കാലം വീഴ്ത്ത ചെയ്യേ. ഒരാളെ വീഴ്ത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വിവരമുണർന്ന് മുച്ചാൺ പിന്നെ അകലെ വാങ്ങിയ കൈ വിളിച്ച് വെട്ടുമ്പോൾ വർമ്മം അത് കൊണ്ട് വീഴും. അപ്പൊ ഈ മുച്ചാൺ അകലെ നിന്ന് ചെയ്യുന്നതിനുള്ള ചോട് പറയുന്നത് അത് തട്ടുവർമ്മച്ചോടി പറയുന്നത്. തട്ടുവർമ്മച്ചോടും ഈ 5-6 പുറം ഓടിയിടന്ന് ചെയ്യുന്ന ചോട്ടല്ല. ഞാൻ പലപ്പോഴും എന്റെ പറഞ്ഞെന്ന് ഉസ്താദ് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഇത്രയും സിമ്പിളാണ് ഈ പരിപാടി, പക്ഷെ മാരകമാണ്, ഉടൻ പണി കിട്ടും. അപ്പൊ എത്ര സിമ്പിളായിട്ട് തൊടുവർമ്മത്തിൽ തൊട്ടാൽ അയാൾ വീട് അറിയണമെങ്കിൽ ഒത്തിരി മർമ്മം തപ്പിക്കൊണ്ട കാര്യമില്ല. ഗുരുവക്കാലത്തിലെ നിന്ന് കൈ കൊടുക്കാൻ അറിയാമെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കൊടുത്താൽ അപ്പോഴാളും മയങ്ങിപ്പോകും. പക്ഷെ അതിന്റെ ആ പ്രഷർ ഓഫ് പോയിന്റ്, പവർ ഓഫ് പ്രഷർ എങ്ങനെയാണ്, ലെങ്ത് എങ്ങനെയാണ്, ടൈമിംഗ് എങ്ങനെയാണ്, ഫോക്കസിംഗ് പോയിന്റ് എങ്ങനെയാണ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചു ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആ ചുവടുമുറ പഠിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ ഈ പ്രവൃത്തി ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും. അതിന് വലിയ ബലം വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ പവർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ പവറാണ് ഞാൻ അതാ പറയുന്നത്. അല്ലാതെ ഈ പവർ ഒരിക്കലും നമ്മൾ ഈ വെയിറ്റ് തൂക്കുന്ന ആ പവറിനെ കുറിച്ചല്ല പറയുന്നത്. പവർ ലിഫ്റ്റിംഗ് അല്ല, ചുവടുമുറയില്ല. 16 വയസ്സിന് 96 വയസ്സിന് വീട്ടിൽ പോകുന്നവരെയാണ് ഞങ്ങൾ തെക്കൻ കളരിയിൽ ചുവടുമുറ പഠിച്ചത്. അല്ലാതെ 16, 25, 22 വയസ്സുള്ളപ്പോൾ പോവുക, ഞാൻ കുറച്ച് വയസ്സൊക്കെ ആയിക്കോട്ടിനോട് ഇങ്ങനെ തള്ളിയിടാൻ പോവുക, അതൊന്നും അഭ്യാസമില്ല. സ്വയരക്ഷ പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് 90 വയസ്സുള്ള ആശാന്മാർക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരെയൊന്നും ആർക്കും പിടിച്ചു കിട്ടാനൊന്നും പറ്റിയിട്ടില്ല. അവർ ഇങ്ങനെ കൈയോ ആരോ നീക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ വേറെ ഏതെങ്കിലും എടുത്തുകൊണ്ട് പോകും. അപ്പൊ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതുപോലെയുള്ള വിദ്യ പഠിക്കും. ആ വിദ്യയിൽ ഏറ്റവും അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, അടിമുറ എന്ന് പറയുന്ന തെക്കൻ കളരിമുറ എന്ന് നമ്മൾ നാടൻ പേര് പറഞ്ഞു കേൾക്കുന്ന ആ വിദ്യയിൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം അറിവുകളുടെ ആഴത്തിലുള്ള വിവരങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്.
അപ്പൊ ഇവിടെ ഈ ചൂടുമറ ശരിക്കും പഠിക്കുമ്പോൾ അതിൽ മർമ്മ പ്രയോഗ രീതികൾ പഠിക്കും, അതുപോലെ തന്നെ തട്ടുകർമ്മ ചൂടിനെ കുറിച്ച് പഠിക്കും, അതുപോലെ പഞ്ചപാണ്ഡവ ചൂട്, നടശാലി, അങ്ങനെ ധാരാളമുണ്ട്. ആ ചൂടുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിൽ ഓരോ വഴികളുണ്ട്, ഭീമം വഴി, ചുക്ലി വഴി, ബാലി വഴി, ആ ഒരു സിസ്റ്റത്തിലേക്കുള്ള ഓരോ ചൂട്. ചാഞ്ചൽ ചരിവ് വഴി ഞാൻ എപ്പോഴും പറയാറുള്ള ഗ്രൂപ്പുകളൊക്കെ എല്ലാവരും കൂടി ഈ ചാഞ്ചൽ ചരിവ് വഴി ഞങ്ങൾ ആദ്യം ചൂടുണ്ടോ വേണമെങ്കിൽ കാണിച്ചു ഈ ചാഞ്ചൽ ചരിവ് വഴി ചൂടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് പരിശീലിച്ചുകൊണ്ട് നേടിയെടുക്കാം. അതുപോലെ ചികിത്സയിൽ മർമ്മം പഠിക്കുമ്പോഴും ഒരു വൈദ്യന്റെ അടുത്ത് പഠിക്കുമ്പോഴും ഇതിന്റെ തത്വങ്ങളെ കുറിച്ച് ശരിക്കും പഠിക്കണം. ഈ 96 തത്വങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും 96 പർവ്വസ്ഥാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല. ഞാൻ അഗസ്ത്യ വൈദ്യശതകം എന്ന ബുക്ക് നമ്മുടെ ഒരു ഗുരുക്കൾക്ക് സദസ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ ബുക്കാണ്, പക്ഷെ അതിനകത്ത് ധാരാളം അറിവുകൾ വെച്ചിട്ടുണ്ട്. കാരണം അത് ശരിക്കും പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നാടി പിടിച്ചറിയാൻ പറ്റും. ശരിക്കും ഒരു മർമ്മമേറ്റ ഒരാള് നാടി പിടിച്ചതിന് അറിയാൻ പറ്റും, മർമ്മ അഭിഘാതങ്ങളേറ്റ ലക്ഷണങ്ങൾ കൊണ്ട് അറിയാൻ പറ്റും ഒരു വ്യക്തിയെ ശരിക്കും. അപ്പൊ ഏത് ലക്ഷണം പാടുണ്ട്, ഏത് പാടില്ല എന്ന് അറിയാൻ പറ്റും. എന്തെന്ത് ലക്ഷണങ്ങളാൽ ചെയ്യുന്നത് കൊണ്ടാണ് ദോഷങ്ങൾ അറിയാതെ കൈവച്ചു കഴിഞ്ഞാൽ ആള് ശ്രമത്തിൽ സമാധാനം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ വിദ്യ കൊടുക്കുമ്പോൾ കുറച്ച് പക്വതയും പാകവും കൊടുക്കണമെന്നുള്ളത്. മാത്രമല്ല മർമ്മം പഠിക്കുക എന്ന് പറയുമ്പോൾ യുവാക്കൾക്കുണ്ടാകുന്ന ചിന്താഗതി എന്തൊക്കെ അക്രമം നടത്താനോ പെട്ടെന്ന് സ്വരക്ഷ നേടാനോ വേണ്ടിയാണ്. സത്യത്തിൽ മർമ്മ ചികിത്സയും മർമ്മ വിദ്യയും അപ്പൊ ഞാൻ പറഞ്ഞു, മർമ്മപ്രയോഗ പരിശീലനം എന്ന് പറയുന്നത് ശരിക്കും ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മർമാഭിഘാതങ്ങളേറ്റ് വരുന്ന ഒരാളെ ലക്ഷണങ്ങൾ കണ്ട് തിരിച്ചറിയുകയും അയാളെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് അൺകോൺഷ്യസ് ആയ കോൺഷ്യസ് കൊണ്ടുപോയി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതികൾ ധാരാളം. തട്ടുമുറയുണ്ട്, തടവുമുറയുണ്ട്, ഇളക്കുമുറയുണ്ട്, അടങ്കലും, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇളക്കുമുറയും അടങ്കലും സത്യത്തിൽ എന്താണ് വ്യത്യാസം എന്നൊരു കൺഫ്യൂഷൻ പലപ്പോഴും ചോദിക്കും. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇളക്കുമുറ എന്നത് ഓരോ മർമ്മത്തിനും ഓരോന്നായി ചെയ്യാവുന്ന കൈഭാഗ ചികിത്സയും മരുന്നും എല്ലാം ചേരുന്നത് ഇളക്കുമുറ. അതേസമയം അടങ്കൽ എന്നത് ഒരു ഞരമ്പിലോ നാഡിയിലോ ഉള്ള ഒരു കൂട്ടം വർമ്മങ്ങളെ ഇളക്കാൻ കഴിയുന്ന രീതിയാണ്. കാരണം ഓരോന്നിനും ഓരോ ഇളക്കുമുറയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, പിന്നെ ഒരു കൂട്ടം വർമ്മങ്ങളെ ഇളക്കാൻ കഴിയുന്ന രീതി. ഏകദേശം 224 അടങ്കലുകൾ തന്നെ വർമ്മശാസ്ത്രത്തിൽ പറയുന്നു. 224 അടങ്കലുകൾ. ഇളക്കുമുറ 1008ഓളം ഉണ്ടെന്നാണ്. 1008ഓളം പറയും. അതിൽ പ്രധാനം പറയുന്നത് മർമ്മം വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലായിട്ട് 1008ഓളം മർമ്മം പറയുന്നത്. ഈ 1008 ഇളക്കുകൊണ്ട് 1008 മർമ്മം പറഞ്ഞു ഏറ്റവും കുറഞ്ഞത്. അതിന്റെ മുകളിൽ 3000 പേർ പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം അക്യുപഞ്ചർ, അക്യുപ്രഷർ, പിന്നെ അതുപോലെ റിഫ്ലെക്സോളജി, ഇതുപോലെയുള്ള ധാരാളം ചികിത്സാ രീതികൾ ഇപ്പോൾ പുതിയതായിട്ട് അനുവർത്തിക്കപ്പെട്ടിരിക്കുന്നു പല ആളുകളും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ പഴയ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ പോയി. ഞരമ്പമ്പുറത്ത് മുറിയില്ല കൂടി ഉണ്ടാകട്ടെ. ഒരു സ്ഥാനത്ത് കംപ്ലൈന്റ് വന്നാൽ മറ്റൊരു സ്ഥലത്ത് പിടിച്ച് ഞെക്കി പിടിക്കുമ്പോൾ ആ ഏരിയയിലുള്ള മുഴുവൻ കംപ്ലൈന്റ് മാറി. അപ്പൊ അവിടുത്തെ നാഡീ വ്യൂഹങ്ങളിലൂടെ നടക്കുന്ന പ്രവാഹത്തെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് അവർ ലൈൻ ക്ലിയർ ആക്കുക. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതും പറയുന്നത് അത്രയും തന്നെ ഇളക്കുമുറകളും പറയുന്നുണ്ട്. അടങ്കലും ഇളക്കും ചെയ്യാൻ 64 മുറകളെ കുറിച്ച് വരെയും നമ്മുടെ മർമ്മശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചത്തട്ടി, അടങ്കൽ, പഞ്ചത്തട്ടി ഓരോ സ്ഥാനങ്ങളിൽ തട്ടിയിട്ട് ഇളകുന്ന തട്ടുമുറയിട്ടുണ്ട്. അത് ശിരസിൽ മാത്രമല്ല ഉയരിൽ നല്ല അടങ്കലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാർശ്വഭാഗങ്ങളിൽ തട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ദശവായുവിടെ തട്ട് പറയുന്നുണ്ട്. പഞ്ചത്തട്ടടങ്കലിൽ തിവടക്കാലത്തില് ചെയ്യുന്നതാണ് ഈ പഞ്ചത്തട്ടടങ്കൽ അപ്ലൈ ചെയ്യപ്പെടുന്നതിലേക്ക്. അതുപോലെ തന്നെ ശിരസടങ്കൽ പറയുന്നുണ്ട്. കാൽ കൈ വെള്ളകളിൽ പ്രയോഗം ചെയ്തിട്ട് ക്ഷതം കാലുമില്ല ഇങ്ങനെ ബോധത്തോടെ പിടിച്ച് കിടത്തിയ 2 കാലിലെ തള്ളവൽ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ കാലിലൂടെ ഒരു നിശ്ചിത ആളുകൾ തട്ട് കൊടുത്തിട്ട് കണ്ണു തുറക്കും. അതിലെ അവരെ വലിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് ഒരു ഡൽഹിയുടെ പുറകിൽ സ്ഥലത്ത് ഒന്ന് മുകളിലോട്ട് ഏറ്റി പിടിക്കത്തെ വെച്ചു. കറക്റ്റ്. അപ്പൊ പിടിക്കുമ്പോൾ ഞാൻ സംഭവം നടക്കും. ഇല്ലേ അത് നേരെ തിരിഞ്ഞു വന്ന് ഇന്ന വിരല്, അതാണ് പ്രശ്നം. ഇന്ന വിരല് ഏത് വിരലാണ് ഇതിനകത്ത് കയറ്റണം എടുത്ത് തൂക്കുമ്പോഴത്തേക്ക് അപ്പോഴാണ് കണ്ണു തുറക്കും. ഇല്ലേ തിരസ്സർവാംഗം. തിരസ്സർവാംഗം ചൊല്ലக்கூடிய നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ 2 ചുഴിയാടി തിരസ്സത്തിന്റെ മുൻപിൽ കിടക്കുന്ന സ്ഥപനിയായിട്ട് പിടിക്കുന്ന തിരസ്സർവാംഗം പറയുന്നത്. ശ്വാസ സർവാംഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. 3 വിരൽ പിടിച്ചു, 3 വിരൽ പിടി എന്ന് പറയും. 3 വിരൽ പിടി എന്ന് പറഞ്ഞാൽ 2 വിരൽ കൊണ്ട് പിടിക്കുന്നു, അടുത്ത വിരൽ താഴെ പിടിക്കും. അപ്പൊ അളമുട്ടി ശ്വാസം പുറത്ത് വെളിച്ചാടാൻ ശ്രമം നടത്തും. മനസ്സിലായി? അത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന പിടി. ഇതേ 3 വിരൽ പിടി കീഴ് സർവാംഗത്തിലേക്ക് വരും. അവിടെ വരുമ്പോ അത് തള്ളവിരൽ നടുവരൽ ഇറക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ഒരാൾക്ക് എടുത്ത് ഞെക്കിയിട്ട് കാര്യമില്ല.
ബോധമുള്ള ആളെ പുറത്ത് തെക്കി കാണിച്ചിട്ട് അബോധാവസ്ഥയുള്ള ആളെ ബോധം കാണിപ്പിക്കുന്ന പഠിപ്പിക്കുകകളാണല്ലോ ഇവിടെ ഓൺലൈൻ വഴിയും അല്ലാതെയും ആയിരങ്ങൾ കൊണ്ട് കൊടുത്ത് ഓരോരുത്തരുടെ പുറകെ നിന്ന് ഇപ്പോഴും ഈ ചെറുപ്പക്കാരെ പിള്ളേരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശരിയായ ഒരു വഴിയിലല്ല എന്നൊരുള്ള എൻ്റെ അനുഭവമാണ്, സത്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അവർ മാറി വരട്ടെ, സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം തട്ടുമുറകൾ ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ചത്തട്ടിയിലോ അല്ലാതെയുള്ള തട്ടുകളോ ഇത് തന്നെയാണ്. പിന്നെയുള്ളത് ഈ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പ്രത്യേക അനുഗ്രഹം കൂടെ കിട്ടണം. ഇത് ചെയ്യാൻ വേണ്ടി എല്ലാവരും എല്ലാം ആവില്ല. തെങ്ങിൽ കയറുന്ന ആളുണ്ടാവും, വേറെ പണി ചെയ്യുന്ന ഒരാളുണ്ടാവും, വർമ്മ ചികിത്സ. എല്ലാവരും ഇത് പഠിക്കാം, എല്ലാവർക്കും പഠിക്കാം. പക്ഷെ എല്ലാവരും ഇതിൽ എക്സ്പേർട്ട് ആണോ നിർബന്ധം ഇല്ല. അത് ഒരാൾ സാധന ചെയ്ത് സിദ്ധി കൈവരുത്തി ആ സിദ്ധി വന്ന ആളാണ്. സിദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ആരാണ് സിദ്ധൻ എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി തമിഴിൽ പറയാനുള്ളൂ. സിദ്ധനിക്ക് 3 കണ്ണ്, അவ்வளவுதான். സിദ്ധന് 3 കണ്ണ്, സാധാരണ കണ്ണ് 2 കണ്ണ്. അപ്പൊ ഈ 3ാമത്തെ കണ്ണ് തുറക്കണമെങ്കിൽ പടച്ചവനായിട്ടുള്ള മോഹത്തിലേക്ക് പോകണം. അതാണ് ഇത് ഏറ്റവും വലിയ സീക്രട്ട്. അതിനപ്പുറത്തൊന്നുമില്ല. ഇപ്പൊ 96 മർമ്മങ്ങൾ തൊടുവർമ്മോന്നും 12 മർമ്മങ്ങൾ പടുവർമ്മോന്നും പറയുമ്പോൾ ഈ 12 മർമ്മങ്ങൾ 96 വിശ്ലേഷണം ചെയ്തിട്ട് 12 96 ചുറ്റും. അപ്പോ ശ്വാസത്തിന്റെ നില കുറിക്കുമ്പോൾ 12 ശ്വാസം പുറത്തു പോകണം. വൃത്താന പിരാണ് മൂലത്തെ ചേർന്ന് മേൽ നോക്കി ശിരസിൽ മുട്ടി സ്വത്താക നാസി വഴി ഓടും വീരാകി എന്നാണ് ഞാൻ പുസ്തകത്തിൽ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നാഭിക്ക് കീഴിൽ നിന്ന് ഈ പ്രാണം ശ്വാസം എടുക്കുന്ന നെഞ്ചിന്നല്ലോ ശ്വാസത്തിന് സ്ഥാനം. അതുകൊണ്ട് തന്നെ ശരം ശരം ചൊല്ലുന്നു പറയുന്നത്. ശരം എന്ന് പറഞ്ഞ കാര്യത്തിൽ എപ്പോഴും മോളോട്ട് ഇങ്ങനെ ഹൂ ഹൂ എന്ന് നമ്മള് വകുപ്പിൽ പറഞ്ഞത് ഈ സാധനം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക, മോളോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ വില്ല് അമ്പ് ശരം എന്ന് പറഞ്ഞാൽ അമ്പാണ്. അപ്പൊ അമ്പ് മോളോട്ടാണ് ഒരു വില്ല് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ധനുർവിദ്യ യഥാർത്ഥത്തിൽ വെളിയിൽ രണ്ടുപേർക്ക് അമ്പും വെച്ച് കുത്തുന്നതല്ല. ഈ ഇരിക്കുന്ന വില്ലും ഈ അമ്പുമായിട്ട് ചേർന്ന ബന്ധത്തിലുണ്ട്. ഇതിലാണ് ധനുർവിദ്യ നടക്കുന്നത്, ആ പ്രാണന്റെ കാര്യം. അപ്പൊ അതിന് നമ്മുടെ ദിക്കറുകളുടെ അവസ്ഥകൾ മാറും. ലിസാനിൽ നിന്ന് കൽബിലേക്കും അൻഫാസിലേക്കും ഒക്കെ പോകാൻ അതിന് പത്ത് മുറബിയായ ശേഖരിൽ നിന്ന് വിജാസിയത്ത് മേടിച്ച് ചെയ്തു പോകുന്നവർക്ക് 8 ബക്കായും 4 ഫനായിനെ കുറിച്ചും പഠിക്കും. അപ്പം ഈ 8 4ന്റെ കണക്ക് രഹസ്യമായിട്ട് 12 96 അങ്ങനെയാവുന്ന അറിയാൻ പറ്റും. അല്ലാതെ ആ വഴിയിൽ എത്താൻ പറ്റും. മർമാണി എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ. മർമ്മം എന്ന് പറയുന്നത് സീക്രട്ടിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് മർമാണിയെ കുറിച്ച് പറയുന്നത്. പിന്നെ ഈ മർമ്മം പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് മർമ്മം എന്ന് പറഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ആശാന്മാർ പഠിപ്പിക്കുകയായിരുന്നു. ആദിമർമ്മമേത്, അന്ത്യമർമ്മമേത്, മേൽ സർവാംഗമേത്, കീഴ് സർവാംഗമേത്, മേലാധാരമേത്, കീഴാധാരമേത്, നനഞ്ഞാൽ കുളിച്ചാൽ നനയാത്തതും ജനിച്ചാൽ വളരാത്തതുമായ മർമ്മസ്ഥാനമേത്, അറുത്തുവിട്ട കാലമേത്, എല്ലില്ല ചതയേത്, അസ്ഥിയില്ല ചതയേത്, രക്തം വരാത്ത മർമ്മസ്ഥാനമേത് എന്നിങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. ആദ്യ മർമ്മം, അവസാന മർമ്മം, ഉച്ചാണ് അസ്ഥി ഏത്, ജീവനിരിക്കുന്ന സ്ഥലം ഏത്, അത് ഹൈപ്പോതലാമസിനെ കുറിച്ച് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതിനകത്ത് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്നതാണ് സത്യത്തിൽ ഈ വിദ്യ എന്ന് പറയുന്നത്. ഇതെല്ലാം കിട്ടണമെങ്കിൽ ആ മനുഷ്യന് കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ അടക്കം, ഒതുക്കം, പൊരുത്തം, മനുഷ്യത്വം, പുരുഷത്വം, ഈ 6 ഘട്ടങ്ങളിലേക്ക് ഒരാൾ എത്തേണ്ടി വരും. അടക്കം, ഒതുക്കം, പൊരുത്തം, മനുഷ്യത്വം, പുരുഷത്വം, ഈ 6 ഘട്ടങ്ങളിലൂടെ ഒരു ശിഷ്യൻ ഗുരുവിന്റെ കൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ ഗുരുത്വം കിട്ടി എന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഗുരുത്വം കിട്ടിയോ എന്നുള്ളത് അറിയണമെങ്കിൽ അത് പൊരുത്തം വ്യക്തത്തോടുകൂടിയാണോ എന്നുള്ളത് പുസ്തകത്തെ അറിയുള്ളൂ, ശിഷ്യനെ അറിയുന്നില്ല. ശിഷ്യന് കൊടുക്കുന്ന കിഴിയിലല്ല ഗുരുത്വം വരുന്നത്, മറിച്ച് ശിഷ്യന് കൊടുക്കുന്ന ഗുരുവിന്റെ മനസ്സ് സമർപ്പിക്കുമ്പോഴാണ്. കാരണം ഗുരുത്വം എന്നത് ഗുരുതത്വം എന്നാണ് യഥാർത്ഥം. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ തത്വം. അഗസ്ത്യർ പറയുന്നത് അങ്ങനെയാണ്. ഈ ശരിയായിട്ട് ഒരാൾക്ക് ഈ ഗുരുത്വം കിട്ടണമെങ്കിൽ അവൻ 96 തത്വങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ആളായിരിക്കും. ഈ 96 തത്വങ്ങളെ പറയുമ്പോൾ ശരീരത്തിന്റെ ഉടൽക്കൂറ് ശാസ്ത്രത്തിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. ഉടൽക്കൂറ് ശാസ്ത്രത്തിലൊക്കെ പറഞ്ഞു പാരപ്പാദേഹത്തിൽ മണ്ണുമുണ്ട്, പരിശുദ്ധൻ ജലമുടനെ തീയുമുണ്ട്, ചിരട ആകാശ വായുവുമുണ്ട്, സിദ്ധിയുള്ള 6 തരം വീടുമുണ്ട്, നേരട പട്ടണവും മോറ്റവുമുണ്ട്, മികച്ചി പെറ്റാറുമുണ്ട്, കുളവുമുണ്ട്, വേരോടെ വൃക്ഷമുണ്ട്, വിളക്കുമുണ്ട്, വേണ്ടിയതോർ പുഷ്പമങ്കെ പൂപ്പതുണ്ട്, വണ്ടുമടുകാതെ പുഷ്പം അങ്കേയുണ്ട്, ചെഞ്ചിലം പൂണി ഓശയങ്കെ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആന്തരിക അവയവങ്ങളെ കുറിച്ചും അഗസ്ത്യ മുനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അഗസ്ത്യ മുനി ആരാണ്, എന്തുവാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ലുക്മാൻ ഹക്കീം അലൈഹി ഇസ്ലാമാണെന്ന് എന്റെ ഉസ്താദ് പറഞ്ഞത്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ അഗസ്ത്യം എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞു കഴിയുമ്പോൾ അഗസ്ത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞതുപോലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്നത്, വരം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, ഈശ്വരം എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായ സർവ്വ അനുഗ്രഹമായി പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം നടത്തുന്ന ആരാണോ സർവാധിനാഥനായ
റബ്ബ് സുബ്ഹാനഹു തആല തന്നെയാണ് ആ വാക്കുകൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും അഴുക്കൊക്കെ ഇളകി പൊക്കോളും. ഇതാണ് ഹക്കായിട്ട്. അങ്ങനെയുള്ള ഇൽമുകളാണ് മർമ്മശാസ്ത്രം പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ പഠിച്ച് റബ്ബിനോട് കൂടുതൽ അടുത്തുകൊണ്ട് മുഹബത്തിലേക്ക് വരണം. ഇപ്പൊ റബ്ബിനോട് ചേരാൻ ഹുബ്ബ് വേണം. ഹുബ്ബിന് അവകാശിയായിട്ട് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റബ്ബും ഈ ഹുബ്ബും ചേർന്ന മുഹബത്തിൽ മുഹബ്ബീങ്ങളായി ജീവിച്ചുകൊണ്ട് ലോകത്ത് നല്ല മർമാണിമാരും അഭ്യാസങ്ങളായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾ അവസരം നൽകട്ടെ എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക ദുആ ചെയ്യണം. മഹാന്മാരായ ഉസ്താദന്മാരോടുണ്ട്, അവരെല്ലാം ആമീൻ പറഞ്ഞ് നമ്മളെ വാക്കിനെ ബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതങ്ങനെ പോകും. പിന്നെ ഗുരു എന്ന് പറയുന്ന സത്യത്തിൽ ഒരു വ്യക്തിയല്ല, അതാണ് മനസ്സിലാക്കുന്നത്. നാസർ മരിക്കും, എന്റെ ആശാന്മാർ പലരും മരിച്ചു, ഞാനും മരിക്കും, പക്ഷെ ഗുരു മരിക്കൂല. കാരണം ഇത്ര ആദ്യം അന്ത്യമുള്ള ഗുരുവാണല്ലോ നമ്മുടെ ഗുരു. അതിൽ നിന്നാണ് ഗുരുത്വാകർഷണം മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗ്രാവിറ്റേഷൻ പറഞ്ഞത് ഗുരുത്വം എന്ന വാക്ക് തന്നെ, ഗുരുത്വാകർഷണ വാക്ക് തന്നെ വന്നത്. അപ്പൊ അതിന്റെ പിന്നിലെല്ലാം ആത്മീയതയുടെ ശ്രേഷ്ഠമുണ്ട്. അതുകൊണ്ട് ഭൗതികമായിട്ട് ഈ വിഷയത്തിലുള്ള അറിവുകൾ നമ്മൾ ശാരീരികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മാത്രവുമല്ല, ശരിക്കും തുറന്നു പറഞ്ഞാൽ വളരെ താഴ്ന്ന നിലവാരത്തിൽ നമ്മുടെ അറിവ് കൈകാര്യം ചെയ്യുന്നതാണ് ഈ ശരീര ചികിത്സ. കാരണം ശരീരത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടാലും ഈ ശരീരം എന്താവും ദിവസം. അപ്പൊ നാസർ മരിക്കും, മറ്റുള്ളവരെ പോലെ നിങ്ങളോട് ഇതിനു മുമ്പ് മരിച്ചു, നമ്മളും മരിക്കും. ഇൻഷാ അല്ലാഹ് ഗുരു മരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഗുരു ഇരുപ്പത് ഉള്ളത്തിലെ ഗുരുനാഥൻ ഇരുപ്പത് തന്നുക്കുള്ള, ഗുരു ഇരുപ്പത് ഉള്ളത്തിലെ ഗുരുനാഥൻ ഇരുപ്പതും തന്നുക്കുള്ള എന്ന് പറയുന്ന ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന മഹത്തായ സത്യത്തെ ഒരു മനുഷ്യൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരുവിന്റെ നാടിനിലെ ചേർന്നവർക്കെല്ലാം ഗുരുമറ പോൽ കൈപറയും ഊന്തു വീശും എന്ന് പറയുന്നത്. അപ്പൊ ഈ 96 തത്വങ്ങൾ പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹം അവർക്ക് എല്ലാം കോപ്പി തരാൻ ഞാൻ തയ്യാറാണ്. എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അഗസ്ത്യർ വൈദ്യശതകം എന്ന ബുക്ക് ആദ്യം പഠിച്ചുകൊണ്ട് ശരീരശാസ്ത്രത്തിലെ 100 പദ്യങ്ങളാണ്, ശതകത്തിലെ 100ആണ്. അതിലൂടെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. നാടി പിടിക്കുന്നതിനെ കുറിച്ച് അറിയാൻ പറ്റും, ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വാദപർമ്മത്തിലാണോ ഏറ്റത്, പിത്തപർമ്മത്തിലാണോ ഏറ്റത്, ശ്ലേഷ്മപർമ്മത്തിലാണോ നിങ്ങൾക്ക് തട്ടിയതെന്നുള്ളത് നിങ്ങൾക്ക് നാടി പിടിച്ച് അതിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാനുള്ള ഇന്നർ നോളജ് യു ഹാവ് ഗെറ്റ് ഫ്രം ദ മെഡിറ്റേഷൻ. ധ്യാനം എന്ന് പറയുന്ന ഉദ്ദേശം, ധ്യാനം നമുക്കറിയാം, അതിൽ മുഷാഹദായും മുറാഖബായും എല്ലാം വരും. മഹാന്മാരായ ഗുരുനാഥന്മാരാണ്, എനിക്ക് പറയേണ്ട അവകാശമില്ല, അറിവില്ല. എങ്കിൽ പോലും അതെല്ലാം ഇതിൽ പെടും. അങ്ങനെയുള്ള ഗുരു പരമ്പരയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ആരെ അഭിമുഖീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബേജാറൊന്നും തോന്നാത്തത്. ഇപ്പോഴും ഇനി ഉണ്ടാകത്തില്ല. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു തത്വമാണ്. ഗുരുത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാധനമാണ്. അത് പുറത്ത് കാണുന്നതല്ല എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിൽ അത് തന്നെയാണെന്ന് കണ്ടെത്തുന്നവരാണ് ശിഷ്യനും. ആ ശിഷ്യനാണ് പിന്നെ ഗുരുവായി തീരുന്നത് എന്ന സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കേണ്ടത്. അല്ലാതെ ഒരാൾക്കും ഇവിടെ പഠിക്കാൻ കുട്ടികളില്ലെങ്കിൽ പിന്നെ വല്ല ആരും എടുത്ത് ഒരു ഗുരു ആവാൻ പറ്റില്ല. അപ്പൊ ശിഷ്യന്മാരാണ്. ഞാൻ ഇന്ന് കളിയിൽ പറയാറുള്ളതാണ്, 12ഓളം ആശാന്മാരെ തുണി വഴി കൊടുത്തു. ചിരങ്ങ് പൊട്ടിച്ചു. ചിരങ്ങ് ഈ ചിപ്പി, കടപ്പുറത്തെ ചിപ്പി കൊണ്ടിട്ട് ഈ ചൂടുള്ളപ്പം പൊട്ടിക്കലാന്ന് പറഞ്ഞ ആശാന്മാരെ. പുറത്തൊക്കെ ചൂട് ഗുരുവാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പോയിട്ടുണ്ടെങ്കിൽ സാധനം എടുത്ത് മാറ്റി വെക്കാൻ പറയാൻ പിറ്റേ ദിവസം കളിയിൽ നിന്ന് പോയിട്ട് അപ്പുറത്ത് വേറെ ആശാനെ കുറിച്ച് ഈ ആശാന്റെ കളി കുടിക്കാൻ പോകും. അപ്പൊ അങ്ങനത്തെ ധാരാളം പോരായ്മകളും കുഴപ്പങ്ങളും, ക്ഷമാശീലമില്ല, സഹനശക്തിയില്ല, സഹജീവികളോട് ആദരവില്ല, വിദ്യ പഠിക്കാനുള്ള സന്മനസ്സില്ല, അറിവുള്ള ആളുകളെ അംഗീകരിക്കാനുള്ള ഒട്ടും സന്മനസ്സില്ല. അങ്ങനെയുള്ള എല്ലാ പോരായ്മകളും ഈ മേഖലയിൽ മറ്റിതര മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ട് എന്ന സത്യസന്ധമായ കാര്യങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് തൽക്കാലം നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മർമാണി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞൊരു തത്വം ശരിക്കും അറിഞ്ഞവനാണ്. അരുമയുള്ള ഒരു പത്ത് പുലനിരയിന്റെ അഴകാന ദശവായി ഒരു പത്താകും കൊഴുനാടിയിലേന്ത് രാഗമട്ട് വളർകിന്റെ വാസന ഒൻപതോടെ മരുവിലിന്റെ മണ്ഡലമേ മൂന്നാറാധാരം മകിഴ്താതു ഏഴലമേ വകുക്കലാച്ച് ആച്ചവസ്ഥ അഞ്ചതാകും കോശമൈന്ത് അധികരണർന്നാല് ഇന്നും മാച്ചപ്പ മരം മൂന്ന് വ്യാധി മൂന്നുമായവനാർ വളയത്തുരത്ത വളമയാന മൂച്ചപ്പ പോകാമൽ മൗനം ചെയ്ത് മുത്തിവിൾ സർഗുരുമേ മുടിമേൽ വയ്ത്ത് ഏച്ചപ്പ തത്വങ്ങൾ 96 തടവുമ്പോ പോലും നമ്മുടെ ശ്വാസത്തിന്റെ നില എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മൂച്ചപ്പ പോകാമൽ മൗനം ചെയ്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് സീക്രട്ട്. മൂച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാണൻ, അത് എങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ ഈ തീരുന്ന നാള് നമ്മൾ പറയാം അടിമറ പിടിച്ച് ക്ഷയരോഗം പിടിക്കരുത്. അടിമറ പഠിക്കാൻ പോയിട്ട് അവസാനം പഠിക്കാൻ പോയവന് ക്ഷയരോഗിയാണ്. ആ പഠിച്ചതിന്റെ കുഴപ്പം, ഒന്നുകിൽ പഠിച്ചതിന്റെ കുഴപ്പമാണെങ്കിൽ പഠിപ്പിച്ച് ഗുരുവിന്റെ പോരായ്മ. ഇതൊക്കെ സംഭവിക്കാം. മിക്ക കളിലെ ഗുരുക്കന്മാരും മരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്കെല്ലാം കിഡ്നിയുടെ കംപ്ലൈന്റ് ഉള്ളതായിട്ട് കാണും. അതിന് ഇവരൊക്കെ ഈ കഷായം വരുന്നത് ഇവര് തന്നെ സ്വന്തമായിട്ട് കുടിക്കുന്നത് കൊണ്ടാണോ
അല്ലെങ്കിൽ അവർ എന്താണെന്ന് അള്ളാഹു എന്തായാലും വളരെ സൂക്ഷിക്കണം. കാരണം നിർമ്മിതമായ എല്ലാ ഔഷധങ്ങളും പഴയ കാലത്തെ സിസ്റ്റത്തിലല്ല. അതിന്റെ പവർ സൂക്ഷിക്കാൻ വേണ്ടി ധാരാളം പ്രിസർവേറ്റീവ്സ് അതിൽ ചേർക്കുന്നുണ്ട്. അത് ഗ്ലിസറിൻ ഉൾപ്പെടെ ഉള്ളതുണ്ട്. പല കാര്യങ്ങളും കഷായത്തിന് പോലെ ഗുളികയായി, ഗുളിക പിന്നെ ക്യാപ്സ്യൂളായി, ക്യാപ്സ്യൂളിന് നല്ല പറ്റാത്ത ചൂർണമായി, അങ്ങനെ എല്ലാം ആയിട്ട് അവസാനം നമ്മൾ ചൂർണമായി പൊടിയായിട്ട് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പഠിച്ച തമ്പുരാൻ നമ്മളെ കാക്കട്ടെ. മരുന്നുകൾ കഴിക്കുമ്പോഴും അത്യാവശ്യം രോഗത്തെക്കുറിച്ച് ശരിയായി നിർണയം നടത്തുന്ന വൈദ്യന്മാരെ കണ്ടെത്തിക്കൊണ്ട്, അത് പാരമ്പര്യ വൈദ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് പറയേണ്ടി വരും. പാരമ്പര്യ വൈദ്യത്തിന് അത്രയും പ്രസക്തിയുണ്ട്. കാരണം ഈ ആയുർവേദക്കാരെക്കാളും ഈ കഷായ മരുന്നൊക്കെ കുടിച്ചിട്ട് ഇതെല്ലാം ഇപ്പം ബിസിനസ്സായിട്ട് മാറിയിരിക്കും. അത് ഞാൻ വൈദ്യ ചികിത്സ ചെയ്യാറില്ല, ഞാൻ ആർക്കൂടെ മരുന്ന് കൊടുക്കാറില്ല. എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പടച്ചോനെ വിളിക്കും, ബിസ്മില്ലാഹി ഷാഫി ബിസ്മില്ലാഹി കാഫി യാ ഷാഫി ഇഷ്നാ ഷാഫി എന്ന നിഅമത്തുൽ ഷാഫി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലക്ഷക്കണക്കിന് പ്രാവശ്യം പറഞ്ഞത് കൊച്ചിലെ വളരുന്നതാണ്. അപ്പൊ അതിലിങ്ങനെ ആദ്യന്ത മൂലപ്പെട്ട ഗണപതിയാകാപ്പ് അകன்ற പരിപൂർണത്തിന് അറിനാളെ സോതിയിലും സൂക്ഷ്മതയാവർക്കും തിളങ്ങ വേണ്ടി വാദി എന്ന ഉലകത്തിൽ മനുഷ്യർക്കപ്പ വിവരം കൈഭാഗം വഴിയിൽ ചൊല്ലി വാദിപതിത്തെ ശിവ. ഇതെല്ലാം ആരാണെന്ന് അറിയാതെ ശിവ എന്ന് പറഞ്ഞാൽ വാശി, ശിവാന്ന് തിരിച്ചു വായിച്ചാൽ വാശി. വാശി എന്ന് പറഞ്ഞാൽ എന്താണ്? വാശിയെന്നും കാറ്റക്കും മായികയും പുരമീനും ജീവനാണ് ശിവൻ. ജീവൻ എന്ന പദം പറഞ്ഞ് എന്തായി അവസാനം ശിവൻ എന്നുള്ളത്. ശിവൻ മീൻസ് എന്താ? വാശി. വാശി എന്ന പ്രാണൻ. ഈ പ്രപഞ്ചമാകെ നിലനിൽക്കുന്ന ശക്തിയാണ്. പഞ്ചഭൂതങ്ങളിൽ പ്രാണന്റെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ വായുവിനെ കുറിച്ച് അറിഞ്ഞാൽ. അപ്പൊ ഓരോ ഭൂതങ്ങൾക്കും അതിൻ്റെതായ പ്രയോഗങ്ങളുണ്ട്. അത് ഓരോ ഫിംഗറിലും അതിന്റെ സീക്രട്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി, അനുവാദത്തോടു കൂടി, നല്ല ശിക്ഷണത്തോടുകൂടി, വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി വിദ്യാവിനിമയം നിങ്ങൾ നിലവാക്കിയെടുത്താൽ ഇൻഷാ അല്ലാഹ് കിട്ടും. പിന്നെ തടവുകൾ തന്നെ ധാരാളം മുറകൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ പറയുന്ന തടവുകളല്ലാതെ പല തടവുമുറകളും. ആ തടവുമുറകളിൽ സർവാംഗ തടവായിരുന്നുള്ള ഭാഗികമായ തടവുകളും മുറകളായിരുന്നതും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ സിസ്റ്റത്തിൽ ധാരാളം, തമിഴ് ശാസ്ത്രത്തിൽ ധാരാളം തടവുമുറകളെ കുറിച്ച് പറയുന്നു. ഈ തടവുമുറകളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ സമയമില്ല, എങ്കിൽ ഞാൻ ധാരാളമുണ്ട്. അതിൽ ഈ വാവുമായിട്ട് ബന്ധപ്പെട്ട തടവ് വളരെ പ്രാധാന്യമുള്ളതാണ്. വാവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിഷാംശം കൂടുതലായിട്ട് കയറി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ തെക്കൻ അടിമറ ശാസ്ത്രത്തിലുണ്ട്, മറ്റൊരു സമ്പ്രദായത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉസ്താദ് പോലുള്ള ആളുകൾ അത് പറയട്ടെ, എനിക്ക് അതിനെക്കുറിച്ച്. അതിൽ ഈ വാവിന്റെ കറുത്ത വാവിന് ഒരു ദിവസം പ്രത്യേകതയാണ്. അത് പ്രത്യേകിച്ച് കർക്കിടകത്തിലെ കറുത്ത വാവ്. അപ്പൊ ഈ തടവുമുറയിൽ ഒരാളുടെ ആശ്വാസം ഉദ്ദേശിച്ചുകൊണ്ട് തിരുമുമ്പോ മധ്യ ദിവസം വാവ് ദിവസം വരുന്ന രീതിയിലുള്ള തടവുമുറകളുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് ദിവസത്തിൻ്റെതുണ്ട്, ആ ഒരു ആഴ്ചയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ മാസത്തിൽ എന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് 21 ദിവസമോ 14 ദിവസമോ ഒക്കെ മാറുന്നു. അങ്ങനെ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണലായിട്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പറയാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇളക്കുമുறை അടക്കം ഞാൻ പറഞ്ഞു. അതിനകത്ത് ചെറിയ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ എന്തായാലും ക്ഷമാപൂർവ്വം ഇത്തരം വിദ്യകൾ പഠിക്കുക, പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് അനുഭവം പറയുക. അല്ലാതെ നമ്മൾ വെറുതെ ഊഹാപോഹങ്ങളെ പിൻപറ്റിക്കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ അനുഭവമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടും ഉണ്ടാക്കുന്ന സാമ്പത്തികം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അത് ഖൈറിലല്ല, അത് ഇസ്ലാമികമായിട്ട് ഹലാലല്ല. അതുകൊണ്ട് നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങളെ പിൻപറ്റരുത്. ആരോട് ചോദിക്കാൻ. ഞാൻ ഈ നോട്ട്സ് തയ്യാറാക്കാൻ പോലും ഞാൻ വളരെ ചെറിയ ഒരു ആയുർവേദ ഡോക്ടറുമായിട്ട്, അയാൾ സിദ്ധവൈദ്യം നന്നായിട്ട് പഠിക്കുന്ന പയ്യനാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ പുള്ളിക്കാരനുമായിട്ട് ഞാൻ ഇതിനിടയിൽ കുറേ ദിവസങ്ങൾ കഷ്ടപ്പെട്ടു. എന്നിട്ടാണ് വന്നത്. ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു. ചിലതൊക്കെ വേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലാത്തവർ ഇതിനെക്കുറിച്ച് തുറക്കായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പറഞ്ഞും പഠിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാവകാശം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സദസ്സുകളിൽ ലഭ്യമല്ല. അതുകൊണ്ട് എന്നെ ഇത്രയും നേരം സഹിച്ച മുഴുവൻ ഉസ്താദന്മാർക്കും ഗുരുനാഥന്മാർക്കും അതുപോലെ തന്നെ പ്രശിഷ്യ പരമ്പരകളിൽപ്പെട്ട യുവ വിദ്യാർത്ഥികൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ. ആരോഗ്യത്തിന് ആഫിയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നെ ഇതിന് ക്ഷണിക്കുകയും സന്മനസ്സോടുകൂടി എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർ, അങ്ങനെ പ്രമുഖരുമായ എല്ലാ ഗുരുനാഥന്മാരോടും എൻ്റെ വാക്കിലോ സംസാരത്തിലോ ഈ വിശദീകരണങ്ങളോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.